എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നാം കേൾക്കുന്ന കഥ ശ്രീ സത്യൻ കണ്ടേക്കാട് രചിച്ച പിതാഹിതം. പുതപ്പ് കാലിൽ വലിച്ചിട്ട് ഒന്നുകൂടി ചുരുണ്ടുകൂടാൻ തോന്നി. ഇന്നലെ രാത്രി പെയ്ത മഴ ഇപ്പോഴും ചിണുങ്ങി നിൽക്കുന്നു. അമ്മ ഇന്നലെ ഉറങ്ങിയോ ആവോ? മഴ പെയ്താൽ അമ്മയ്ക്ക് പിന്നെ ഉറക്കമില്ലായ്മയുടെ രാത്രിയാണ്. പഴകിയ ഓടിനിടയിൽ കൂടി ദ്രവിച്ചു തീർന്ന കുമ്മായക്കൂട്ടിൽ നിന്നും ആഞ്ഞു വീഴുന്ന മഴത്തുള്ളികൾ തുളച്ച് തറയുടെ മേൽ പതിക്കും. അവിടെ അമ്മ കറി വിളമ്പുന്ന പാത്രം മുതൽ മരിച്ചുപോയ അമ്മമ്മയുടെ കോളാമ്പി വരെ വയ്ക്കും. വെള്ളം അതിൽ നിറയുമ്പോൾ അമ്മ മുറ്റത്ത് കളഞ്ഞ് വീണ്ടും കാത്തിരിക്കും. അച്ഛൻ മരിച്ചതിന് ശേഷം അല്ലെങ്കിലും അമ്മ ഉറങ്ങിയതായി എനിക്ക് തോന്നിയിട്ടില്ല എന്നല്ല, അതായിരുന്നു സത്യം. അച്ഛൻ നാട്ടിലെ കൃത്യനിഷ്ഠയുള്ള പോസ്റ്റ്മാൻ ആയിരുന്നു. ഒരിക്കൽ കവലയിൽ വച്ചിരുന്ന പോസ്റ്റ് ബോക്സിൽ നിന്നും എഴുത്തുകൾ എടുക്കാൻ കൈയിട്ടപ്പോൾ അച്ഛനെ പാമ്പ് കടിച്ചു. ഒരു ദിവസം മുഴുവൻ കയ്യിൽ അച്ഛൻ ഉറക്കമൊഴിയാതെ വിഷക്കല്ല് പിടിപ്പിച്ചു വിഷവൈദ്യർ. നേരത്തോടെത്തിയപ്പോൾ അച്ഛൻ നീലിച്ച ശരീരവുമായി വിട പറഞ്ഞു. കരിമൂർഖനായിരുന്നു അത്രേ എൻ്റെ അച്ഛൻ്റെ കൊലപാതകി. നീ എഴുന്നേൽക്കുന്നില്ലേ? ഇന്നല്ലേ നിന്റെ ഇൻ്റർവ്യൂ? ഞാൻ ഞെട്ടി ഉണർന്നു. ശരിയാണ്, ഇന്നാണ് എൻ്റെ 7ാമത്തെ ഇൻ്റർവ്യൂ. അമ്മ കട്ടൻ ചായ പായക്കരികിൽ വച്ചിരുന്നു. ഇന്നലെ പെയ്ത മഴയിൽ മുറ്റം നിറയെ പഴുത്ത ഇലകൾ കൊണ്ട് മൂടപ്പെട്ടിരുന്നു. മുറ്റം വൃത്തിയാക്കുന്ന തിരക്കിലാണ് അമ്മ. അമ്മയ്ക്ക് കുറച്ചു നേരം ഒന്ന് വെറുതെ ഇരുന്നുകൂടെ? ഇനിയും മഴ പെയ്യും, മഴക്കാറ് മാറിയിട്ടില്ല, ഒന്നിച്ചടിച്ചാ പോരെ? അമ്മ അത് കേട്ടതായി ഭാവിച്ചില്ല. പകരം മറുപടി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: നിനക്ക് ആ രഘുവിൻ്റെ കളസം വാങ്ങിയാൽ പോരായിരുന്നോ? ഇത് നിറയെ ബീഡി തീ വീണ തുളകളാ. എന്തായാലും വായ്പ വാങ്ങുന്നതല്ലേ, ആ സതീശനോട് ചോദിച്ചാൽ അവൻ തന്നേനെ നല്ല കളസം. ആ, നീ പോകാൻ നോക്ക്. എനിക്ക് വസുമതിയുടെ വീട് വരെ പോണം. ഇന്നവിടെ കപ്പ പറയാ. പിന്നെ അടുക്കളയിൽ കഞ്ഞി ചൂടാക്കി വെച്ചിട്ടുണ്ട്, അത് കഴിച്ചേച്ച് വേണം പോവാൻ. ഞാനീ പറയണത് നീ കേൾക്കുന്നുണ്ടോ? ആ, കേട്ടു. അമ്മ ചൂല് ഇറയത്ത് ഒതുക്കി വെച്ചുകൊണ്ട് എൻ്റെ അടുത്ത് വന്നു. മുഷിഞ്ഞ് മണ്ണിൻ്റെ മണമുള്ള മുണ്ടിൻ്റെ മടിയിൽ നിന്നും കുറച്ച് നോട്ടുകൾ ഊർത്തിയെടുത്തു. പന്മയോട് വാങ്ങിയതാ, 55 രൂപയുണ്ട്. നിന്റെ കയ്യിലും കാണുമല്ലോ അല്ലേ വല്ലതും? പിന്നെ പതുക്കെ തലയിൽ തലോടിക്കൊണ്ട് അമ്മ പറഞ്ഞു, ഇത് ശരിയാകും, എനിക്ക് ഉറപ്പാ. ചാത്തൻ്റെ അമ്പലത്തിൽ ഞാൻ കലശക്കട്ടയും കള്ളും നേർന്നിട്ടുണ്ട്. ചാത്തൻ കൈവിടില്ല. മോൻ ധൈര്യമായി പോയി വാ. പിന്നെ പോകുമ്പോൾ വാതിൽ ചാരാൻ മറക്കണ്ട. പൂർവികർ സമ്പാദിച്ച സ്വത്തൊന്നും പത്തായത്തിലില്ലെങ്കിലും പട്ടിയും പൂച്ചയും കയറാണ്ടിരിക്കുമല്ലോ. അമ്മ അത് പറഞ്ഞ് നെടുവീർപ്പെട്ട് അടുക്കളയിലേക്ക് കയറിപ്പോയി. പാത്രങ്ങൾ ചിട്ടയോടുകൂടി ഒതുക്കി വയ്ക്കുന്നത് അമ്മയ്ക്ക് നിർബന്ധമായിരുന്നു. അനുസരണയില്ലാത്ത പാത്രങ്ങൾ തട്ടിയും മുട്ടിയും ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ടിരുന്നു. ഞാൻ ഇറങ്ങുകയാണ്. നീ കുളിച്ചു പോരുമ്പോൾ കുടുംബക്ഷേത്രത്തിൽ കയറി മനസ്സുരുകി പ്രാർത്ഥിക്കാൻ മറക്കണ്ട. നീ കേൾക്കുന്നുണ്ടോ? അമ്മ അങ്ങനെയാണ്. പ്രതികരണമില്ലെങ്കിൽ ഇങ്ങനെ ഒരു ചോദ്യമുണ്ടാകും. കേട്ടു, അങ്ങനെ ചെയ്യാം. ഞാനിനി യാത്ര ചോദിക്കാൻ ആ വഴി വരില്ല. അമ്മയുടെ പ്രാർത്ഥന ഉണ്ടാകണം. അമ്മയിൽ നിന്ന് മറുപടി ഒന്നും ഉണ്ടായില്ല. പകരം കുടുംബദേവതകളെ കാത്തോളണേ എന്ന് ഉരുവിടുന്ന ശബ്ദം നേർത്തതായി കേട്ടു. കൂടെ ഒരു ദീർഘനിശ്വാസവും. അമ്മ അടുക്കള വാതിൽ പുറത്തു നിന്നും ചാരി തണ്ടിട്ട് ഉമ്മർത്തുകൂടി ധൃതിയിൽ നടന്നു നീങ്ങി. അമ്പലക്കുളത്തിൽ കുറച്ച് കുട്ടികൾ കളിക്കുന്നുണ്ട്. അവർ പരമാവധി രസിച്ച് കുളിക്കുകയാണ്. നിനക്കെന്ന് എവിടെയാണ്ടാ ടെസ്റ്റ്? തിരിഞ്ഞു നോക്കാൻ തോന്നിയില്ല. കാരണം ആ ശബ്ദം എനിക്ക് കുഞ്ഞുനാൾ മുതൽ സുപരിചിതമാണ്. രഘു. അവനിപ്പോൾ നല്ല പേര് കേട്ട പറമ്പ് ബ്രോക്കറാണ്. ഞാനും രഘുവും സതീശനും ഒന്നിച്ചാണ് സ്കൂളിൽ പോയി തുടങ്ങിയത്. സതീശൻ 10ാം ക്ലാസ് പാസ്സായി ITIയിൽ ചേർന്നു. അവൻ്റെ അമ്മാവൻ പേര് കേട്ട മെക്കാനിക്കായിരുന്നു. അമ്മാവൻ്റെ നിർദ്ദേശപ്രകാരമാണ്
സതീശൻ മെക്കാനിക്ക് തന്നെ തിരഞ്ഞെടുത്തത്, പഠിച്ചത്. നഗരത്തിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള പണിയുണ്ടായിരുന്നു ദേവി എന്ന് നാമകരണം ചെയ്ത ആ വർക്ക്ഷോപ്പിൽ. സതീശൻ ITI പഠനം കഴിഞ്ഞതിന് ശേഷം പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല അവന്. പക്ഷേ അമ്മാവൻ്റെ അവസ്ഥ വളരെ ദയനീയമായിരുന്നു. ഷുഗർ കൂടി ഒരു പാദം മുറിച്ചു കളയേണ്ടതായി വന്നു. ഇപ്പോൾ ദേവി വർക്ക്ഷോപ്പിൻ്റെ ഉടമസ്ഥൻ സതീശനാണ്. ആൺമക്കളില്ലാത്ത അമ്മാവന് ശരിക്കും ഒരു മകനെ പോലെ തന്നെയായിരുന്നു സതീശൻ. പക്ഷേ രഘു 4ാം ക്ലാസ് വരെ ഞങ്ങളോടൊപ്പം പഠിച്ചിരുന്നുള്ളൂ. അവൻ്റെ പെങ്ങളുടെ വിവാഹത്തിനായി ഉണ്ടായിരുന്ന 4 സെൻറ്റ് പറമ്പും ഓലമേഞ്ഞ വീടും വിറ്റ ശേഷമാണ് കല്യാണം നടത്തിയത്. അവൻ്റെ അച്ഛൻ ചന്തയിൽ ചുമട്ട് പണിക്കാരനായിരുന്നു. വീട് വിറ്റ ശേഷം രഘുവിൻ്റെ അച്ഛൻ തീർത്തും നിരാശയിലായി. തുടർച്ചയായ ബീഡിവലി അയാളുടെ ശരീരം തീർത്തും ക്ഷയിപ്പിച്ചു കളഞ്ഞു. അവസാന നാളുകളിൽ മദ്യപാനവും അയാളെ കീഴ്പ്പെടുത്തി. അമ്മ പിന്നീട് സഹോദരിയുടെ വീട്ടിൽ ഒരു അടിമയെപ്പോലെ ജീവിതം തള്ളി നീക്കി. പക്ഷേ അത് അധിക നാൾ ഉണ്ടായില്ല. രഘുവിൻ്റെ വാക്സാമർഥ്യം അപാരമായിരുന്നു. പത്രം അവൻ മുടങ്ങാതെ വായിക്കുമായിരുന്നു. ഞങ്ങളെക്കാൾ കൂടുതൽ ലോകകാര്യങ്ങൾ അവൻ ഹൃദ്യസ്ഥമാക്കിയിരുന്നു. അവൻ്റെ ഓർമ്മശക്തിയുടെ മുൻപിൽ ഞങ്ങൾ 2 ആളും വെറും വട്ടപൂജ്യമായിരുന്നു. ആ വാക്ചാതുര്യം അവനെ നല്ല ഒരു പറമ്പ് ബ്രോക്കറാക്കി. ഗ്രാമത്തിൽ അവനറിയാതെ ഒരു വസ്തുവും ക്രയവിക്രയം നടന്നിരുന്നില്ല. രഘുവിനിപ്പോൾ അത്യാവശ്യം നല്ല വീടും സാഹചര്യങ്ങളുമായി. അവൻ്റെ വസ്ത്രധാരണത്തിലും നടപ്പിലും മട്ടിലും ഒരു പ്രൗഢിയുണ്ടായിരുന്നു. പഴയ 4ാം ക്ലാസ്സുകാരനാണ് രഘു എന്ന് പറയാൻ ഡിഗ്രി എടുത്ത എനിക്ക് തന്നെ ജാള്യത തോന്നിയിരുന്നു. നീ എന്താ ആലോചിക്കുന്നത്? ഇന്ന് തന്നെയല്ലേ നിൻ്റെ ടെസ്റ്റ്? ആ, പെട്ടെന്ന് കുളത്തിലോട്ട് ചാടി ഊളയിടാനാണ് എനിക്കപ്പോൾ തോന്നിയത്. വെള്ളത്തിന് നല്ല തണുപ്പുണ്ടായിരുന്നു. മഴത്തുള്ളികൾ ചെറുതായി നേർത്തു വന്ന് കുളത്തിൽ പതിച്ചു. തനിക്ക് തരുന്ന ഇരയാകുമെന്ന് കരുതിയാകണം കുളത്തിലെ മീനുകൾ വെള്ളത്തിന് മുകൾ വശത്ത് വായും പൊളിച്ച് എളിഭീരായി താഴ്ന്നും പൊങ്ങിയും കളിച്ചുകൊണ്ടിരുന്നു. ഒന്ന് കയറിപ്പോടാ പിള്ളരെ, കുളം വെട്ടി കലക്കിയിട്ട് ഇനി ഇവറ്റകൾ കരയ്ക്ക് കയറും. വാസുവേട്ടനാണ്. അമ്പലവും പരിസരവും കൂലിയെ ഗ്രഹിക്കാതെ നോക്കി നടത്തുന്ന വാസുവേട്ടൻ കുളത്തിൽ നിന്ന് കയറാൻ പറഞ്ഞിട്ട് കയറിയില്ലെങ്കിൽ കുട്ടികളുടെ കരയിൽ വെച്ചിട്ടുള്ള വസ്ത്രങ്ങൾ പിന്നെ വാസുവേട്ടൻ എടുത്തുകൊണ്ടുപോയി ആൽത്തറയിൽ വയ്ക്കും. തോർത്തൊടുക്കാതെ ചാടിയ കുട്ടികൾ പിന്നെ പിറന്നപടി ആൽത്തറയിൽ ചെന്ന് വസ്ത്രങ്ങൾ വാങ്ങണം. അതാണ് നിയമം. തനിക്കും പ്രായത്തിൽ പല തവണ ഇങ്ങനെ പോകേണ്ടതായി വന്നിട്ടുണ്ട്. കുട്ടികൾ അനുസരണയോടെ കരയ്ക്ക് കയറി തല തോർത്തി. ഞാനും തല തോർത്തി മുണ്ടെടുത്തു കൊടുത്തു. രഘുവിനോട് യാത്ര പോലും പറയാതെ കുടുംബക്ഷേത്രം ലക്ഷ്യമാക്കി നടന്നു. കുടുംബക്ഷേത്രം എന്ന് പറയാൻ മാത്രം അവശേഷിക്കുന്ന പ്രതീകമായി നിൽക്കുന്നു. കാടും പടലയും പിടിച്ച് പ്രേതാത്മാക്കളുടെ വിഹാരസ്ഥലം പോലെ തോന്നും വിധം എനിക്ക് തോന്നി. പണ്ട് ഈ ക്ഷേത്രം ഇരിക്കുന്നിടത്ത് തറവാട്ടിലെ ഒരു കാരണവരും കുടുംബവുമാണ് താമസിച്ചിരുന്നത്. എൻ്റെ ചെറുപ്രായത്തിൽ നല്ല ഐശ്വര്യമായിരുന്നു. ഒരു ഗതിയും പിടിക്കാതെ ആ കുടുംബം വേറെ എവിടേക്കോ പോയി. ഇപ്പോൾ കാര്യം സാധിക്കാൻ മാത്രം തറവാട്ടിലെ ആളുകളിൽ ചിലർ വിളക്ക് വയ്ക്കും. പേരിന് വർഷത്തിലൊരു കലശവും കഴിഞ്ഞു. പിന്നെ ആരും തിരിഞ്ഞു നോക്കാറില്ലെന്ന് അമ്മ ഇടയ്ക്കിടെ പറയാറുണ്ട്. പക്ഷേ അമ്മയ്ക്ക് നല്ല വിശ്വാസമായിരുന്നു. അമ്മ കിടക്കുമ്പോൾ കുടുംബക്ഷേത്രത്തിലെ ദേവതകളെ പേരെടുത്ത് പ്രാർത്ഥിക്കുന്നത് കൊണ്ടാകും എനിക്കും അവരെ നന്നായി അറിയാം. അവൻ എന്തെങ്കിലും കാര്യം സാധിക്കാനുണ്ടാകും. അതാ ഇങ്ങോട്ടുള്ള എഴുന്നള്ളത്ത്. അമ്പല പരിസരത്ത് താമസിക്കുന്ന വിലാസിനി മരുമകളോട് പറഞ്ഞു ചിരിക്കുന്നത് ഞാൻ വ്യക്തമായി കേട്ടു. അത് ഞാൻ കേട്ടതായി ഭാവിച്ചില്ല. ഒരു കണക്കിന് അത് സത്യവുമായിരുന്നു. എൻ്റെ കാര്യങ്ങൾ നേടാനുള്ള ഒരു അത്താണി മാത്രമായിരുന്നു ദൈവങ്ങൾ. പക്ഷേ വഴിയിൽ പാമ്പുകളുണ്ടോ എന്ന് സൂക്ഷ്മം ശ്രദ്ധിച്ചുകൊണ്ട് ഓരോ ദൈവത്തിൻ്റെ നടയിലും ഞാൻ എൻ്റെ ആവശ്യം അറിയിച്ചു. ഒരു തരം അഭിനയം പോലെ.
എത്രയും പെട്ടെന്ന് ഒരുങ്ങി പുറപ്പെടണം. നടത്തത്തിന് വേഗത കൂട്ടി. മഴ തീരെ ശമിച്ചിരുന്നു. എങ്കിലും ആകാശത്ത് ഇപ്പോഴും പെയ്തു തീർക്കാൻ മഴക്കാറുകൾ ബാക്കിയുണ്ട്. എന്തായാലും ഒരു കുട കരുതണം. ഇന്നലെ തന്നെ ആവശ്യമുള്ള സർട്ടിഫിക്കറ്റുകൾ തയ്യാറാക്കി ഫയലിൽ സൂക്ഷിച്ചിട്ടുണ്ട്. കള്ളുഷാപ്പ് കടന്നു വേണം ബസ് സ്റ്റോപ്പിലെത്താൻ. ലതച്ചേച്ചിയും അളിയനും ഷാപ്പിൽ കറികൾ ഉണ്ടാക്കുന്ന തിരക്കിലായിരിക്കും. എങ്കിലും പോകുന്ന വഴി ചേച്ചിയോടും അളിയനോടും ഒന്ന് പറഞ്ഞിട്ട് പോകാം. ലതച്ചേച്ചി തന്നെക്കാളും 6 വയസ്സ് മൂത്തതാണ്. ഞങ്ങൾക്ക് രണ്ടാൾക്കുമിടയിൽ ഒരു പെൺകുട്ടി കൂടി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പ്രസവത്തോടെ മരിച്ചുപോയത്രേ. ലതച്ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞ ശേഷമാണ് അച്ഛൻ മരിച്ചത്. ചേച്ചിക്ക് അധികം പണ്ടം കൊടുത്ത് കെട്ടിച്ചിട്ടില്ലെന്ന് ചേച്ചി ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. കള്ളുഷാപ്പിന് മുന്നിലൂടെ ചേച്ചിയും അമ്മയും അക്കരെ കണ്ടത്തിൽ ഞാറു നടാനും കള പറിക്കാനും പോയിരുന്നു. ഒളിഞ്ഞും പാത്തും ഷാപ്പിൽ കറി വയ്ക്കുന്ന അളിയൻ ചേച്ചിയെ കണ്ടിരുന്നു. പിന്നീടത് വിവാഹത്തിൽ അവസാനിക്കുകയായിരുന്നു. നീ എങ്ങോട്ടാ? പട്ടണത്തിലേക്കാണോ? കുട നന്നാക്കുന്ന വേലായുധേട്ടൻ. ആ, ഒരു കാര്യവുമില്ലാതെ വെറുതെ ഒരു ചോദ്യം. വേലായുധേട്ടൻ ഷാപ്പിലേക്കാണ്. കിട്ടുന്ന മുഴുവൻ പൈസയ്ക്കും വേലായുധേട്ടൻ കള്ളു കുടിക്കും. കല്യാണം കഴിക്കാത്ത ഒറ്റയാനായിരുന്നു. കാണുന്നിടം വിഷ്ണു ലോകമാണ് വേലായുധേട്ടന്. ഷാപ്പിലിപ്പം നല്ല തിരക്കാ. കള്ളുകുടിയന്മാർ കുറവാ. പട്ടണത്തിൽ നിന്ന് പോലും ഒഴുക്കല്ലേ പാടത്തെ ഷാപ്പിൽ. ഇപ്പം നല്ല പേരാണ് ഷാപ്പിന്. എന്തിനാ? കള്ളു കുടിക്കാനല്ല, കറി തിന്നാൻ. എത്ര തരം കറികളാ ഷാപ്പിൽ. പണ്ട് കപ്പയും മീനും മാത്രം വിറ്റിരുന്ന ഷാപ്പാ. ഞാനും വാസുവും പിന്നെ പുരുഷനും നളിനാക്ഷനും പിന്നെ ആരും അറിയാതെ മുണ്ടിട്ട് വരുന്ന കുറച്ച് മാപ്പിളമാരും. കറ പിടിച്ച ഡെസ്കും ബെഞ്ചും. അതിൽ താളം പിടിച്ച് ഞങ്ങളുടെ പാട്ടും കൊത്തും. അതൊരു കാലം. ഇന്നിപ്പോൾ സ്ഥിതി മാറി. നമ്മളെയൊക്കെ കാണുന്നത് ഒരു തരം ചതുർത്ഥി പോലെയാ തോമയ്ക്ക്. പക്ഷെ നിൻ്റെ അളിയനും പെങ്ങളും അങ്ങനെയല്ല കേട്ടാ. അവൾ കുരുത്തമുള്ള ആളാ, നിൻ്റെ അച്ഛനെ പോലെ. ആ, നീ പെങ്ങളെ കണ്ടിട്ടല്ലേ പോകത്തുള്ളൂ. അപ്പോഴേക്കും ഷാപ്പ് എത്തിയിരുന്നു. ഞാൻ അകലെ നിന്ന് വരുന്നത് പണിത്തിരക്കിനിടയിലും ലത ചേച്ചി കണ്ടിരുന്നിരിക്കണം. എന്നെ കണ്ടതും ചേച്ചി കൈ കഴുകി എൻ്റെ അടുത്തേക്ക് വന്നു. ഒന്നും പറയാൻ നിൽക്കാതെ എളിയിൽ നിന്നും കുറച്ച് ചുരുണ്ട നോട്ടുകൾ എൻ്റെ പോക്കറ്റിൽ നിക്ഷേപിച്ചു. ഇത് ശരിയാകും മോനെ. ദൈവം ഇനിയും നിന്നെ പരീക്ഷിക്കില്ല. ആ, നീ ചെല്ല്. അളിയൻ മാർക്കറ്റിൽ പോയിരിക്കുകയാണ്. എനിക്ക് പിടിപ്പത് പണിയുണ്ട്. തിരിച്ചു വരുമ്പോൾ നീ ഇവിടെ കയറിയിട്ട് വേണം പോകാൻ. അതും പറഞ്ഞ് ചേച്ചി ഷാപ്പിലെ അടുക്കളയിലോട്ട് കയറിപ്പോയി. ഒരു തണുത്ത കാറ്റ് പെട്ടെന്ന് എവിടെ നിന്നോ ആഞ്ഞു വീശിക്കൊണ്ടിരുന്നു. അടുത്ത മഴയ്ക്കുള്ള കോള. ഞാൻ പാടവരമ്പിലൂടെ എൻ്റെ നടത്തത്തിന് വേഗത കൂട്ടി. പാടവരമ്പിൽ കുറച്ച് കുട്ടികൾ തോർത്തുകൊണ്ട് മീൻ പിടിക്കാനുള്ള ശ്രമത്തിലാണ്. ആ കാഴ്ച അല്പനേരം നോക്കി നിന്നു. മീൻ കിട്ടാതായപ്പോൾ രണ്ടറ്റവും പിടിച്ച കുട്ടികൾ തമ്മിൽ തർക്കമായി. പ്രായം കൂടിയവൻ്റെ കുറേ വഴക്കു പറഞ്ഞു. നീ ഇത്ര ഉയർത്തി പിടിച്ചത് കൊണ്ടാ മീൻ പോയത്. നിനക്കതിൽ താത്തി പിടിച്ചുകൂടെ? 4-5 എണ്ണം കയറിയതാ, ഒറ്റ എണ്ണം കിട്ടിയില്ല. നീ പിടിക്കണ്ട. എടാ കിഷോറെ, നീ മേടിച്ച് പിടിക്ക്. മറ്റവൻ വിട്ടുകൊടുക്കുന്ന മട്ടില്ല. തർക്കം മൂത്തപ്പോൾ ഞാൻ പതുക്കെ നടന്നു. കവലയിൽ ആളുകൾ എത്തിച്ചേരുന്നതേയുള്ളൂ. ഇന്നലത്തെ മഴയിൽ പലരും എഴുന്നേൽക്കാൻ തന്നെ വൈകിട്ടുണ്ടാകും. ബസ് സ്റ്റോപ്പിൽ ഒരു മധ്യവയസ്കനും ഒരു സ്ത്രീയും നിൽപ്പുണ്ട്. ഞാൻ ബസ് സ്റ്റോപ്പിന് അടുത്തെത്തിയപ്പോഴേക്കും ശക്തിയായി മഴ പെയ്യാൻ തുടങ്ങിയിരുന്നു. ബസ് കാത്തു നിന്നവർ ഓലമേഞ്ഞ ഷെഡിൽ മഴ നനയാതെ ഓരം പറ്റി നിന്നു. അവരുടെ ഇടയിലേക്ക് ഞാനും നുഴഞ്ഞു കയറി. അത് ആ സ്ത്രീക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ലെന്ന് അവരുടെ മുഖത്തു നിന്നും ഞാൻ വായിച്ചെടുത്തു. കൃത്യസമയത്ത് തന്നെ പഞ്ചമി എന്ന ബസ് വന്നു. ഇവിടെ നിന്ന് നഗരത്തിലേക്ക് 3 ബസ്സുകൾ ഓടുന്നുണ്ട്. പഞ്ചമി, ഗരുഡൻ, ബിസ്മി. സമയത്തിൻ്റെ കാര്യത്തിൽ 3 വണ്ടികളും കൃത്യനിഷ്ഠ പാലിക്കാറുണ്ട്. ബസ്സിനുള്ളിൽ വളരെ കുറച്ച് യാത്രക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇരിക്കാൻ സീറ്റ് കിട്ടി. ഇതുവരെ സിറ്റിയിൽ പോകുമ്പോൾ സീറ്റ് കിട്ടാറില്ല. പലപ്പോഴും നല്ല തിരക്കായിരിക്കും. ഇവിടെ നിന്ന് 30ഓളം കിലോമീറ്റർ താണ്ടി വേണം സിറ്റിയിൽ എത്തിപ്പെടാൻ. എന്തായാലും 1 മണിക്കൂറോളം യാത്ര ചെയ്യേണ്ടി വരും. ഒന്നും മയങ്ങി കണ്ണുകൾ തുറന്നപ്പോൾ
ഏകദേശം സിറ്റിയുടെ അടുത്ത് എത്തിയിരുന്നു. ഇപ്പോൾ ബസ്സിൽ നല്ല തിരക്കുണ്ട്. ബസ് എനിക്ക് ഇറങ്ങേണ്ട സ്ഥലത്ത് എത്തി. ബസ്സിലിരുന്ന് തന്നെ ഞാൻ ആ ബോർഡ് വായിച്ചു. ഗ്ലോബൽ എക്സ്പോർട്ടിംഗ് കമ്പനി. ബസ്സിൽ നിന്നും ചാടി ഇറങ്ങി. ഇപ്പോഴും ചെറുതായി മഴ ചാറുന്നുണ്ട്. കയ്യിൽ കരുതിയ കുട നിവർത്തി സർട്ടിഫിക്കറ്റുകൾ മാറോട് ചേർത്ത് ഞാൻ നടന്നു. റോഡിൽ തിരക്കായി വരുന്നതേയുള്ളൂ. ഞാൻ കമ്പനിയുടെ അടുത്തെത്തി. കമ്പനിയുടെ വരാന്തയിൽ കുറച്ച് ചെറുപ്പക്കാർ നിൽക്കുന്നത് ഞാൻ കണ്ടു. എല്ലാവരും വൃത്തിയായി വേഷം ധരിച്ചവർ. ചിലർ ടൈ ധരിച്ചിട്ടുണ്ട്. എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നി. രഘുവിൻ്റെ പാൻറ്റ് എനിക്ക് ശരിക്കും ലൂസായിരുന്നു. ഞാനത് പഴയ ബെൽറ്റിട്ട് ശരിയാക്കി വെച്ചിരുന്നു. പാൻറ്റിൽ അവിടെ ഇവിടെയായി ചെറിയ ദ്വാരങ്ങളുണ്ടായിരുന്നു. ബീഡിത്തീയുടെ തുളകൾ. ഷർട്ട് വെളുത്തതാണെങ്കിലും തീരെ നിറം മങ്ങിയിരുന്നു. ഒരിക്കലും ഇത് ഇൻ ചെയ്യാനും കഴിയുന്നില്ല. അപ്പോൾ ഞാനൊരു തീരുമാനമെടുത്തു. എത്ര കഷ്ടപ്പെട്ടിട്ടായാലും ഒരു ജോഡി ഡ്രസ്സ് വാങ്ങണം. അടുത്ത ഇൻ്റർവ്യൂവിന് വരുമ്പോൾ ശരിക്കും ഒരുങ്ങി തന്നെ വരണം. ഒരു ചായ കുടിക്കാനുള്ള ഒടുങ്ങാത്ത ആഗ്രഹം ജനിച്ചു. തട്ടുകടയിൽ ചായ കിട്ടും. ഒരു ചായയ്ക്ക് ഓർഡർ കൊടുത്തു. ചായ അത്ര രുചിയുണ്ടായിരുന്നില്ല. കടക്കാരന് ഗ്ലാസ് തിരിച്ചു കൊടുത്ത് ഒരു 10 രൂപ എടുത്ത് നീട്ടി. ബാക്കി പൈസയ്ക്കായി കൈനീട്ടി. ചായ 10 രൂപയാ, ചേട്ടൻ 10ൻ്റെ നോട്ടല്ലേ തന്നത്? ഞാൻ ജാള്യതയോടെ കൈവലിച്ചു. നാട്ടിൽ 10 രൂപയുണ്ടെങ്കിൽ നല്ല 2 ചായ കിട്ടും. ഇതൊരുമാതിരി കാടിവെള്ളം പോലെ. കമ്പനിയുടെ വരാന്തയിൽ ചെറുപ്പക്കാരുടെ എണ്ണം കൂടി വന്നു. വാച്ച്മാൻ ഗേറ്റ് തുറന്നു കൊടുത്തു. ചെറുപ്പക്കാർ ഗോവണി കയറി മുകളിലോട്ട് പോയി. പുറകെ ഞാനും. അത്യാവശ്യം ഇരിക്കാനുള്ള കസേരകൾ അവിടെ ഉണ്ടായിരുന്നു. എനിക്കിരിക്കാൻ കസേര ഉണ്ടായിരുന്നെങ്കിലും ഞാൻ ഒരിടത്ത് ഒറ്റയ്ക്ക് മാറി നിന്നു. ഇന്ത്യയിൽ തന്നെ പേരുകേട്ട കമ്പനിയാ. ഒരു വേക്കൻസിയാണുള്ളത്. കിട്ടിയാൽ ഭാഗ്യം. സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ കൂട്ടുകാരനോടായി പറയുന്നത് ഞാൻ കേട്ടു. 2-3 ചെറുപ്പക്കാർ കൂടി കയറി വന്നു. അവർ പരസ്പരം ഇംഗ്ലീഷിൽ കമ്പനിയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. അവരുടെ വസ്ത്രധാരണവും വൃത്തിയുള്ളതായിരുന്നു. താൻ മാത്രമാണ് ഇത്രയും വലിയ കമ്പനിയുടെ ഇൻ്റർവ്യൂവിന് ഇത്രയും മോശമായി വസ്ത്രം ധരിച്ച് വന്നിരിക്കുന്നത്. പലരുടെയും ശ്രദ്ധ തന്നിലേക്ക് കേന്ദ്രീകരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അവരുടെ മുഖത്ത് ഒരുതരം പുച്ഛ മനോഭാവമായിരുന്നു. 2 ചെറുപ്പക്കാർ എന്നെ നോക്കി എന്തോ അടക്കം പറഞ്ഞ് ചിരിക്കുന്നത് ഞാൻ കണ്ടു. വേണ്ട, എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നും രക്ഷപ്പെടണമെന്നുള്ള ചിന്ത എൻ്റെ മനസ്സിൽ ശക്തമായി രൂപപ്പെട്ടു. അപ്പോഴേക്കും ഇൻ്റർവ്യൂ ആരംഭിച്ചിരുന്നു. കിരൺ, ഒരു മധ്യവയസ്കൻ അകത്തു നിന്ന് വിളിച്ചു. സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ അകത്തേക്ക് കയറിപ്പോയി. മറ്റുള്ളവർ ആകാംക്ഷയോടെ ഊഴവും കാത്ത് നിന്നു. അയാൾ കുറച്ചു കഴിഞ്ഞപ്പോൾ പുറത്തു വന്നു. അയാളുടെ മുഖം വാടിയിരുന്നു. അകത്തേക്ക് കയറിയപ്പോൾ ഉണ്ടായ ഊർജം അയാളിൽ ഇല്ലായിരുന്നു. മറ്റുള്ളവർ ആകാംക്ഷയോടെ അയാളുടെ ചുറ്റും കൂടി. ജോലി കിട്ടിയാൽ തന്നെ 50,000 രൂപ സെക്യൂരിറ്റി കൊടുക്കണം. നല്ല ശമ്പളം കിട്ടും. പക്ഷേ അയാൾ തീർത്തു പറയാതെ പടി ഇറങ്ങിപ്പോയി. എന്നിൽ ആ വാക്കുകൾ തിരിച്ചു പോകാനുള്ള പ്രേരണയ്ക്ക് ആക്കം കൂട്ടി. തനിക്ക് ഒരിക്കലും ഈ ജോലി കിട്ടാൻ പോകുന്നില്ല. തൻ്റെ രൂപം അതിന് അനുയോജ്യമല്ല. ഇനി കിട്ടിയാലും 50,000 രൂപ ഒരിക്കലും തന്നെ കൊണ്ട് ഉണ്ടാക്കാൻ കഴിയില്ല. ഞാൻ പതുക്കെ തിരിഞ്ഞു പോകാൻ ഇറങ്ങവേ ഇടിവെട്ടും പോലെ ആ വിളി വന്നു. സുരേഷ് കുമാർ. തൻ്റെ പേരാണ് വിളിക്കുന്നത്. എന്തു വേണം? ഒരു പ്രത്യേക ശക്തി എന്നിലേക്ക് ആവാഹിക്കുന്നത് പോലെ എനിക്ക് തോന്നി. രണ്ടും കൽപ്പിച്ച് ഞാൻ വാതിൽ തുറന്ന് അകത്തേക്ക് കടന്നു. സത്യത്തിൽ ഞാൻ ശരിക്കും വിറയ്ക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ഇൻ്റർവ്യൂകളിലൊന്നും എനിക്കിങ്ങനെ ഉണ്ടായിരുന്നില്ല. അപ്പോഴെല്ലാം സതീശൻ്റെയോ രഘുവിൻ്റെയോ പാൻറ് തന്നെയാണ് ഞാൻ ധരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ മാത്രം എന്താണ് എന്നെ പിടികൂടിയ ഭയം എന്നത് എനിക്ക് മനസ്സിലായില്ല. ജീവിതത്തിൽ ആദ്യമായി ഒരു തരം ഭയവും അപകർഷതാബോധവും എന്നെ വലിച്ചു മുറുക്കിക്കളഞ്ഞു. മുറിയിൽ കയറിയ ഞാൻ അവിടെ ഇരിക്കുന്നവരെ വെറുതെ കണ്ണുപായിച്ചു നോക്കി. ശീതീകരിച്ച മുറിയിൽ എൻ്റെ വിയർപ്പ് കണങ്ങൾ ശരീരത്തും മുഖത്തും ചോദ്യചിഹ്നമായി അവശേഷിച്ചു. വിറയാർന്ന ശബ്ദത്തിൽ ഞാൻ ഇരിക്കാൻ അനുവാദം ചോദിച്ചു. അവരിൽ ഒരാൾ എന്നോട് ഇരിക്കാൻ പറഞ്ഞു. മാറോട് ചേർത്ത് പിടിച്ച സർട്ടിഫിക്കറ്റുകൾ അടങ്ങിയ ഫയലിൽ നിന്നും ഇൻ്റർവ്യൂ കാർഡും ബയോഡേറ്റയും എൻ്റെ സർട്ടിഫിക്കറ്റുകളും ഞാൻ പുറത്തെടുത്തു. വെപ്രാളത്തിനിടയിൽ എൻ്റെ സർട്ടിഫിക്കറ്റുകളിൽ ചിലത് താഴെ വീണു.
എൻ്റെ പ്രവൃത്തികൾ കണ്ടിട്ടാവണം അവർ പരസ്പരം നോക്കി ചിരിക്കുന്നതായി എനിക്ക് തോന്നി. ഒരു വിധത്തിൽ വളരെ ബന്ധപ്പെട്ട് താഴെ വീണ സർട്ടിഫിക്കറ്റ് ഞാൻ കുനിഞ്ഞെടുത്തു. അപ്പോൾ ചെറുതായി ഞാൻ ധരിച്ച പാൻറ്റിൽ നിന്നും ടക്ക് എന്നൊരു ശബ്ദം കേട്ടു. എൻ്റെ പാകത്തിന് ബെൽറ്റിട്ട് മുറുക്കിയ പാൻറ്റിൻ്റെ ഹുക്ക് പൊട്ടി താഴെ വീണു. എൻ്റെ ബാക്കിയുള്ള ശക്തിയും ചോർന്നുപോയി. ഞാനൊരു ജഡം കണക്കെ സർട്ടിഫിക്കറ്റുമായി നിവർന്നിരുന്നു. ആർക്കും ഈ ഒരു അവസ്ഥ ഉണ്ടാകരുതേ എന്ന് ഞാൻ അപ്പോൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. ഇൻ്റർവ്യൂ ബോർഡിൽ 4 പേരാണ് ഉണ്ടായിരുന്നത്. 3 പുരുഷന്മാരും ഒരു സ്ത്രീയും. അതിൽ പ്രധാനി എന്ന് തോന്നുന്ന ആൾ എൻ്റെ ബയോഡേറ്റ പരിശോധിച്ചു. അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് ഇമ വെട്ടാതെ ഞാൻ നോക്കിയിരുന്നു. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ വികസിക്കുന്നതായി എനിക്ക് തോന്നി. ഒരുപക്ഷെ അതെൻ്റെ തോന്നൽ മാത്രമായിരിക്കാം. ഇപ്പോൾ എൻ്റെ വിറയലിനും വിയർപ്പിനും അല്പം ശമനം സംഭവിച്ചിട്ടുണ്ടെന്ന് സ്വയം എനിക്ക് ബോധ്യപ്പെട്ടു. അദ്ദേഹം എൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. ആ നോട്ടം ഒരുതരം ദയ കലർന്ന നോട്ടമായിരുന്നു. നിങ്ങൾക്ക് ഈ സ്ഥാപനത്തെക്കുറിച്ച് എന്തറിയാം? കൂട്ടത്തിലൊരാൾ എന്നെ നോക്കി ഒരു ചോദ്യം എറിഞ്ഞിട്ടു. മറ്റുള്ളവർ എൻ്റെ മറുപടിക്കായി കാതു കൂർപ്പിച്ച് തയ്യാറെടുത്ത് നിന്നു. പെട്ടെന്ന് എൻ്റെ ബയോഡേറ്റ നോക്കിക്കൊണ്ടിരിക്കുന്ന ആളിൽ നിന്നും ശബ്ദമുയർന്നു. നോ, ഒന്നും ചോദിക്കണ്ട. അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചതെന്ന് എന്നെപ്പോലെ തന്നെ അവർക്കും മനസ്സിലായിരുന്നില്ല. അവർ പരസ്പരം നോക്കി. ഒടുവിൽ ആ നോട്ടം എന്നിൽ വന്ന് പതിച്ചു. അദ്ദേഹം ബയോഡേറ്റയും സർട്ടിഫിക്കറ്റുകളും തിരിച്ചു തന്നു. എൻ്റെ സർട്ടിഫിക്കറ്റുകളിൽ ഒന്നിൽ പോലും അദ്ദേഹം നോക്കിയിരുന്നില്ല. എന്നോട് പുറത്തു പോകാൻ അദ്ദേഹം പറഞ്ഞു. എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ വീണ്ടും വിയർക്കാൻ തുടങ്ങി. എന്താണ് എൻ്റെ ബയോഡേറ്റയിൽ അദ്ദേഹം കണ്ടത്? പിടികിട്ടാതെ ഞാൻ മിഴിച്ചു നിന്നപ്പോൾ അദ്ദേഹം എന്നോട് തിരിച്ചു വരാൻ ആവശ്യപ്പെട്ടു. ചെർപ്പളശ്ശേരിയിൽ മംഗലത്ത് വീട്ടിൽ രാഘവൻ്റെ മകൻ സുരേഷ് കുമാർ. സുരേഷിൻ്റെ അച്ഛൻ ഒരു പോസ്റ്റ്മാൻ ആയിരുന്നു അല്ലേ? ഞാൻ അത്ഭുതത്തോടെ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി. അതെ എന്ന് വിറയാർന്ന ശബ്ദത്തിൽ ഉത്തരം നൽകി. ഇപ്പോൾ ഞാൻ ശരിക്കും വിയർക്കാൻ തുടങ്ങി. ബയോഡേറ്റയിൽ എൻ്റെ അച്ഛൻ്റെ തൊഴിലിനെ പറ്റി സൂചിപ്പിച്ചിട്ടില്ല. പിന്നെ എങ്ങനെ ഇത്രയും വലിയ മനുഷ്യന് എൻ്റെ ഗ്രാമത്തിലുള്ള എൻ്റെ അച്ഛനെ എങ്ങനെ അറിയാനാണ്? ഒരു ഉത്തരവും എനിക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. സാർ എങ്ങനെ? അത് പൂർത്തീകരിക്കാൻ അദ്ദേഹം എന്നെ അനുവദിച്ചില്ല. മൈക്കിൾ, അകത്തെ മുറിയിൽ നിന്നും ഒരാൾ ഓടിയെത്തി. യെസ് സർ. ഇത് മിസ്റ്റർ സുരേഷ് കുമാർ. ഇദ്ദേഹത്തെ ഓഫീസ് മുറിയിലിരുത്തൂ. ഇദ്ദേഹത്തിന് ആവശ്യമുള്ളത് എന്തായാലും കൊടുക്കൂ. ഞാനിത് യാഥാർത്ഥ്യമാണോ എന്ന് അല്പനേരം ചിന്തിച്ചു. ഞാൻ അനുസരണയുള്ള ഒരു കുട്ടിയെപ്പോലെ മൈക്കിളിന് പിന്നാലെ നടന്നു. ഞാൻ വിയർക്കുകയായിരുന്നില്ല. ഒരു വെളിച്ചപ്പാടിനെ പോലെ എൻ്റെ ശരീരം ഉറഞ്ഞു തുള്ളുന്നതായി എനിക്ക് തോന്നി. എൻ്റെ പാൻറ് താഴോട്ട് ഊർന്നു പോയേക്കും എന്ന് ഞാൻ ഭയന്നു. മൈക്കിൾ എന്ന മനുഷ്യനെ ഞാൻ പിന്തുടർന്നു, കളവ് കേസിൽ പിടിച്ച ഒരു കുറ്റവാളിയെപ്പോലെ. എൻ്റെ സർട്ടിഫിക്കറ്റുകൾ ഫയലിൽ യഥാസ്ഥാനത്ത് വയ്ക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നില്ല. നടക്കുന്നതിനിടയിൽ ഞാൻ ആ ഒരു ശ്രമം നടത്താൻ മെനക്കെട്ടു. പക്ഷെ ശരിക്കും എൻ്റെ കൈവിരലുകൾ ഞാൻ ഉദ്ദേശിക്കുന്നത് പോലെ അതാത് സ്ഥാനങ്ങളിൽ എത്തിക്കുവാൻ എനിക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഫയലിൽ നിന്നും പുറത്തേക്ക് ചാടി എൻ്റെ സർട്ടിഫിക്കറ്റുകൾ സ്ഥാനം പിടിച്ചു. ഇരിക്കൂ സർ. സാറിന് എന്താണ് കുടിക്കാൻ വേണ്ടത്? എന്നോട് തന്നെയാണോ മൈക്കിൾ പറയുന്നത് എന്ന് ഞാൻ തിരിഞ്ഞു നോക്കി. സാറൊന്നും പറഞ്ഞില്ല. ഞാൻ സ്ഥലകാല ബോധം വീണ്ടെടുക്കാൻ ശ്രമിച്ചു. എനിക്ക് കുറച്ച് തണുത്ത വെള്ളം കിട്ടുമോ? ഞാൻ ഒരു കണക്കിന് പറഞ്ഞൊപ്പിച്ചു. എൻ്റെ വായിൽ ഒരു തരി ഉമിനീർ അവശേഷിച്ചിരുന്നില്ല. എൻ്റെ തൊണ്ട പൂർണ്ണമായും വറ്റി വരണ്ടിരുന്നു. ഷുവർ സർ. മൈക്കിൾ ഓഫീസ് റൂമിന് സമീപത്തുള്ള മുറിയിലേക്ക് പോയി. ഞാൻ ചുറ്റും കണ്ണോടിച്ചു. ആധുനിക സജ്ജീകരണങ്ങളുള്ള ഒരു വിശാലമായ മുറി. വിലപിടിപ്പുള്ള വിദേശ നിർമ്മിത ഇരിപ്പിടങ്ങളും മറ്റു സാമഗ്രികളും. എൻ്റെ ജീവിതത്തിനിടയിൽ ഇത്തരം ഒരു മുറിയിൽ ഞാൻ പ്രവേശിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, നേരിട്ട് കണ്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല. ചില സിനിമകളിൽ കൊതിയോടെ മാത്രം കണ്ടിരുന്ന അന്തരീക്ഷം. അവിടെ താൻ ഒറ്റയ്ക്ക്. മൈക്കിൾ ഒരു കുപ്പി തണുത്ത വെള്ളവുമായി വന്നു. ഞാനത് മൂടി തുറന്ന് ഒറ്റ വലിക്കകത്താക്കി. എൻ്റെ ഷർട്ടിൽ വെള്ളം വീണ് ഭൂപടങ്ങൾ സൃഷ്ടിച്ചു. മൈക്കിൾ ഒരു അപൂർവ ജീവിയെ കാണുന്നത് പോലെ എന്നെ തന്നെ നോക്കി നിന്നു. സർ, എന്തെങ്കിലും പ്രശ്നം? ഇല്ല, ഒന്നുമില്ല. ഞാൻ കുപ്പി തിരികെ കൊടുത്ത ശേഷം സോഫയിലിരുന്നു. ഇനിയും തൻ്റെ ഭാഗത്തു നിന്ന് അബദ്ധങ്ങൾ സംഭവിക്കാതിരിക്കാൻ സർട്ടിഫിക്കറ്റുകൾ ഫയലിൽ യഥാസ്ഥാനത്ത് വയ്ക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടു.
അപ്പോഴേക്കും മൈക്കിൾ അവിടെ നിന്നും പിന്മാറിയിരുന്നു. നിമിഷങ്ങൾ ഇഴഞ്ഞു നീങ്ങി. ഭിത്തിയിലെ ക്ലോക്കിൻ്റെ ടക് ടക് ശബ്ദത്തേക്കാൾ വേഗത എൻ്റെ ഹൃദയമിടിപ്പിനായിരുന്നു. അദ്ദേഹം എന്തിനാണ് എന്നെ ഇവിടെ പിടിച്ചിരുത്തിയിരിക്കുന്നത്? എൻ്റെ അച്ഛനെക്കുറിച്ച് അദ്ദേഹത്തിന് എങ്ങനെ അറിയാം? ഇപ്പോൾ നടക്കുന്ന ഇൻ്റർവ്യൂവിൽ ഏത് ഭാഗ്യവാനായിരിക്കും ജോലി ലഭിക്കുന്നത്? എന്തുകൊണ്ട് എൻ്റെ സർട്ടിഫിക്കറ്റുകൾ അദ്ദേഹം നോക്കിയില്ല? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഉത്തരം കിട്ടാതെ പ്രഹേളിക പോലെ എൻ്റെ മനസ്സിനെ മതിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് ഓഫീസ് റൂമിൻ്റെ ഡോറ് തുറന്ന് അദ്ദേഹം റൂമിലേക്ക് പ്രവേശിച്ചു. ഞാനൊരു യന്ത്രം കണക്കെ ചാടി എഴുന്നേറ്റു. അദ്ദേഹം എനിക്ക് അഭിമുഖമായി ഒരു സെറ്റിയിലിരുന്നു. എന്നോട് ഇരിക്കാൻ തലകൊണ്ടും കൈകൊണ്ടും ഒരുതരം ആക്ഷൻ കാട്ടി. ഞാൻ മനസ്സില്ലാ മനസ്സോടെ ഇരുന്നു. ശരിക്കും കൂർത്ത ആണിയിൽ ഇരിക്കുന്ന അനുഭവമാണ് എനിക്കുണ്ടായത്. അച്ഛൻ മരിച്ചത് പത്രത്തിലെ ചരമകോളത്തിൽ നിന്നാണ് ഞാൻ അറിഞ്ഞത്. ആ മരണം തികച്ചും അസ്വാഭാവികകരമായിരുന്നു അല്ലേ? പോസ്റ്റ് ബോക്സിൽ പാമ്പ് കയറിയിരിക്കുക. അൺബിലീവബിൾ. എങ്ങനെ സംഭവിച്ചതാണെന്ന് ഞാൻ പലവട്ടം ചിന്തിച്ചിട്ടുണ്ട്. അമ്മ. ഞാൻ ഞെട്ടിത്തരിച്ചു പറഞ്ഞു, ഉണ്ട് സർ. ഞാൻ വീണ്ടും അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കി. സഹോദരിക്ക് എത്ര കുട്ടികളുണ്ട്? ഇല്ല സർ, ഇതുവരെ കുട്ടികളായില്ല. കല്യാണം കഴിഞ്ഞിട്ടിപ്പോൾ 5-6 വർഷമായില്ലേ? അതെ സർ. സാറിന് ഇതൊക്കെ പറയാം. അതിനു മുമ്പ് നമുക്കൊരിടം വരെ പോകാം. അദ്ദേഹം സെറ്റിൽ നിന്നും എഴുന്നേറ്റു. മൈക്കിൾ അപ്പോഴേക്കും അവിടേക്ക് ഒരു ബ്രീഫ് കേസുമായി വന്നു. അദ്ദേഹം മുൻപിൽ നടന്നു. പുറകെ മൈക്കിളും. അതിനു പുറകെ ഒരു ചലിക്കുന്ന പ്രതിമ കണക്കെ ഞാനും. ലിഫ്റ്റ് ഇറങ്ങി കാർ പാർക്കിനടുത്ത് സ്ഥാനം തെറ്റാതെ ഞങ്ങൾ 3 പേരും നടന്നു. അവിടെ പാർക്ക് ചെയ്തിരുന്ന വിദേശ നിർമ്മിത ആഡംബര കാറിൻ്റെ ഡോർ മൈക്കിൾ സ്ഥാനം തെറ്റിച്ച് തുറന്നു കൊടുത്തു. മൈക്കിൾ കയ്യിലിരുന്ന ബ്രീഫ് കേസ് കാറിനുള്ളിൽ സുരക്ഷിതമായി വെച്ചു. ഡ്രൈവർ സീറ്റിൽ കയറാൻ പോയ മൈക്കിളിനോട് പോയിക്കൊള്ളാൻ അദ്ദേഹം നിർദ്ദേശം കൊടുത്തു. എന്തു ചെയ്യണമെന്നറിയാതെ എനിക്ക് ഉത്തരമായി അദ്ദേഹം മുൻ സീറ്റിലെ ഡോർ തുറന്നു തന്നു. വിറയാർന്ന കാൽപാദങ്ങളോടെ ഞാൻ കാറിനുള്ളിലേക്ക് കയറി. കാറിൽ നിന്നും ഒരു പ്രത്യേക സുഗന്ധവും തണുപ്പും അരിച്ചിറങ്ങി. അദ്ദേഹത്തിൻ്റെ അടുത്ത സീറ്റിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം കാർ മുന്നോട്ടെടുത്തു. ആ പഴയ വിറയൽ എന്നെ വീണ്ടും പിടികൂടി. കാറിനുള്ളിലെ തണുപ്പ് എൻ്റെ വിറയലിനെ ശമിപ്പിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ വെട്ടി വിയർക്കാൻ തുടങ്ങി. ഒരു സ്വപ്നലോകത്തിലെ സഞ്ചാരിയെപ്പോലെ ഞാൻ ആ കാറിൽ അമർന്നിരുന്നു. അദ്ദേഹം എന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. ഡ്രൈവിങ്ങിൽ മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ. കാറിലിരുന്ന് പുറം ദൃശ്യങ്ങൾ കാണുവാനുള്ള ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല ഞാൻ. ഏകദേശം 2-2.5 കിലോമീറ്റർ താണ്ടിയപ്പോഴേക്കും ഒരു വലിയ ഗേറ്റിന് മുൻപിൽ അദ്ദേഹം കാർ നിർത്തി. വാച്ച്മാൻ വന്ന് ഗേറ്റ് തുറന്നു. ഗേറ്റ് കടന്ന കാറിലിരുന്ന് ഞാൻ ആ കാഴ്ചകൾ കണ്ടു. പച്ച വിരിച്ച പുൽത്തകിടിയുടെ ഒത്ത നടുവിലൂടെ കാറ് പോയിക്കൊണ്ടിരുന്നു. തകിടികളിൽ പലയിടത്തും പലതരത്തിലുള്ള മനോഹരമായ സ്ത്രീയുടെ പ്രതിമകൾ. അവയുടെ കയ്യിൽ ഒരു കുടമുണ്ടായിരുന്നു. ആ കുടത്തിൽ നിന്ന് കവിഞ്ഞു ഒഴുകുന്ന വെള്ളം പുൽത്തകിടിയിൽ ചിതറി വീണുകൊണ്ടിരുന്നു. കാറ് സാവധാനം പോയതിനാൽ എനിക്ക് ആ കാഴ്ച നന്നായി ആസ്വദിക്കാൻ കഴിഞ്ഞിരുന്നു. എന്നെ വിസ്മയിപ്പിച്ചുകൊണ്ട് കൊട്ടാര സദൃശ്യമായ ബംഗ്ലാവിൻ്റെ പോർച്ചിൽ കാർ നിന്നു. ഒരു സെക്യൂരിറ്റി ഓടി വന്ന് കാറിൻ്റെ ഡോറ് തുറന്നു. അദ്ദേഹം കാറിൽ നിന്ന് സ്യൂട്ട് കേസും എടുത്തുകൊണ്ട് എന്നോട് ഇറങ്ങാൻ പറഞ്ഞു. ആദ്യമായി സ്കൂളിൽ പഠിക്കാൻ ചെല്ലുന്ന ഒരു കുട്ടിയുടെ അവസ്ഥയായിരുന്നു എനിക്ക്. എൻ്റെ സപ്തനാഡികളും തളർന്നു പോകുമോ എന്ന് ഞാൻ ഭയന്നു. വരൂ, അദ്ദേഹം പറഞ്ഞു. ഞാൻ ഒരു അനുസരണയുള്ള കൊച്ചുകുട്ടിയെപ്പോലെ അദ്ദേഹത്തെ അനുഗമിച്ചു. ചരിത്ര സിനിമകളിൽ കാണുന്ന രാജകൊട്ടാരത്തിൻ്റെ ദർബാർ ഹാൾ പോലെയായിരുന്നു സ്വീകരണമുറി. ഞാനൊരു അത്ഭുത ലോകത്തിൽ അകപ്പെട്ടതുപോലെ തോന്നി. അദ്ദേഹം ഇരിക്കാൻ പറഞ്ഞു. മനസ്സില്ലാ മനസ്സോടെ ഞാനൊരു രാജസിംഹാസനം പോലുള്ള കസേരയിൽ മടിച്ചു ഇരുന്നു. ശാരീരികമായും മാനസികമായും ഞാൻ തളർന്നു പോയിരുന്നു. അതുപോലെ തന്നെ ഞാൻ ധരിച്ചിരുന്ന പാൻറ്റും അരയ്ക്ക് താഴോട്ട് വീണു പോകുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു. ഞാൻ അറിയാതെ തന്നെ യാന്ത്രികമായി ഒരു കൈ അതിന് സുരക്ഷ കൊടുത്തിരുന്നു. ഗോവണി ഇറങ്ങി കുലീനത്വം നിറഞ്ഞ ഒരു സ്ത്രീ ഇറങ്ങി വന്നു. അവരുടെ ശരീരത്തിൽ താലിമാലയല്ലാതെ മറ്റ് ആഭരണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സീമന്തരേഖയിലെ സിന്ദൂരം വളരെ വലുതായി തന്നെ ചാർത്തിയിരുന്നു. അവർ താഴെ ഇറങ്ങി വന്നപ്പോൾ ഞാൻ ചാടി എഴുന്നേറ്റു. അദ്ദേഹത്തിൻ്റെ അടുത്തായി ആ സ്ത്രീ ഇരുന്നു.
അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരിക്കുമെന്ന് ഒറ്റ നോട്ടത്തിൽ ഞാൻ മനസ്സിലാക്കി. ചോദ്യഭാവത്തിൽ എന്നെ നോക്കി അവർ പുഞ്ചിരിച്ചു. ഞാൻ ആ കസേരയിൽ ആരും പറയാതെ തന്നെ ഇരുന്നു. മീരയ്ക്ക് മനസ്സിലായോ ഇത് ആരാണെന്ന്? ചെർപ്പളശ്ശേരി മംഗലത്ത് വീട്ടിൽ രാഘവൻ എന്ന് കേട്ടിട്ടുണ്ടോ? അയ്യോ, ഉണ്ടോ എന്നോ? ആ സ്ത്രീ ചാടി എഴുന്നേറ്റു. ഞാനപ്പോൾ ശരിക്കും അമ്പരന്നു. അദ്ദേഹത്തിൻ്റെ മകൻ മിസ്റ്റർ സുരേഷ് കുമാർ. അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് മുൻപ് തന്നെ ആ സ്ത്രീ ഞാൻ ഇരിക്കുന്നിടത്തേക്ക് അടുത്തു വന്നു. അവരുടെ മുഖം സന്തോഷം കൊണ്ട് വികസിച്ചു. പക്ഷെ ഞാൻ മാത്രം ഒരു വിഡ്ഢിയെപ്പോലെ കണ്ണുമിഴിച്ച് അവിടെ തന്നെ ഇരുന്നു. അപ്പോഴേക്കും 2 ഗ്ലാസ്സിൽ ഒരു തരം പാനീയവുമായി ഒരു സ്ത്രീ കടന്നു വന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ വേഗം ആ 2 ഗ്ലാസ്സുകളും ട്രേയിൽ നിന്ന് എടുത്തു. ആദ്യം എനിക്കും പിന്നീട് അദ്ദേഹത്തിനും നൽകി. ആ ഗ്ലാസ് വാങ്ങുമ്പോൾ അത് താഴെ വീഴുമെന്ന് ഞാൻ ഭയപ്പെട്ടു. ശരിക്കും എൻ്റെ ശരീരം വിറയ്ക്കുകയായിരുന്നു. ഞാനത് ഒരു വിധത്തിൽ വാങ്ങി സാവധാനം കുടിച്ചു. ഓഫീസ് മുറിയിൽ വെച്ച് വെള്ളം കുടിച്ച അനുഭവം എൻ്റെ ഓർമ്മയിൽ തെളിഞ്ഞു വന്നു. ഗ്ലാസ് തിരികെ ഏൽപ്പിക്കുന്നതിന് പകരം ഞാനത് ടീപ്പോയിൽ വെച്ചു. ഇനിയും മിസ്റ്റർ സുരേഷിനെ ഞാൻ മുൾമുനയിൽ നിർത്തുന്നില്ല. രാഘവേട്ടന് അദ്ദേഹത്തിൻ്റെ കുടുംബം അറിയാത്ത ഒരു രഹസ്യമുണ്ട്. അതു പറഞ്ഞപ്പോൾ ഞാൻ 2 ചെവിയും കൂർപ്പിച്ച് കസേരയിൽ ചെരിഞ്ഞിരുന്നു. എൻ്റെ കുടുംബത്തിനും രാഘവേട്ടൻ്റെ കുടുംബത്തിനും മാത്രം അറിയാവുന്ന ഒരു രഹസ്യം. അതു പറഞ്ഞ ശേഷം അദ്ദേഹം അടുത്ത മുറിയിലേക്ക് പോയി. ഞാൻ ആകാംക്ഷയോടെ അദ്ദേഹത്തെ നോക്കിയിരുന്നു. ഒരു ഫയലുമായി അദ്ദേഹം തിരിച്ചെത്തി. അതിൽ നിന്ന് കുറച്ച് പേപ്പർ കട്ടിങ്ങുകളും മറ്റു ചില പേപ്പറുകളും പുറത്തെടുത്തു. ഞാൻ ആ കസേരയിൽ നിന്ന് എഴുന്നേറ്റു. ആ ഫയല് വെച്ച കസേരയുടെ അടുത്ത കസേരയിൽ ഇരുന്നു. എൻ്റെ വെപ്രാളവും ജിജ്ഞാസയും 2 പേരും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഒരു പേപ്പർ കട്ടിങ് എടുത്ത് അദ്ദേഹം കസേരയിൽ നിന്നും എഴുന്നേറ്റ് പറയാൻ തുടങ്ങി. 9 വർഷങ്ങൾക്ക് മുൻപ് ഒരു ഉച്ച സമയത്ത് രാഘവേട്ടൻ ഈ പേപ്പറും പിടിച്ച് ഞങ്ങളുടെ വാതിലിൽ മുട്ടി. അന്ന് ഞങ്ങൾക്ക് ഈ സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സിറ്റിയിൽ നിന്ന് അകന്ന് കുറെ ഉള്ളിലോട്ട് മാറി ഒരു ഇടത്തരം വീട്. ഞാനും മീരയും വാതിൽ തുറന്നപ്പോൾ കണ്ടത് വസ്ത്രങ്ങളെല്ലാം വിയർപ്പിൽ കുതിർന്ന് ഒരു അപരിചിതൻ. ഞങ്ങളുടെ അനുവാദത്തിന് കാത്തു നിൽക്കാതെ അദ്ദേഹം മുറിയിലെ കസേരയിൽ ഇരിപ്പ് ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. മിസ്റ്റർ സുരേഷ് ബാബുവിൻ്റെ അച്ഛൻ രാഘവേട്ടൻ. രാഘവേട്ടൻ ആവശ്യപ്പെടാതെ തന്നെ മീര കുടിക്കാൻ വെള്ളം കൊടുത്തു. ആർത്തിയോടെ ഒറ്റ വലിക്ക് വെള്ളം കുടിച്ച ശേഷം കയ്യിൽ ചുരുട്ടിപ്പിടിച്ച പേപ്പർ എൻ്റെ നേരെ നീട്ടി ഒരു യാചനയോടെ എൻ്റെ കാലിൽ അദ്ദേഹം വീണു. അദ്ദേഹം പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു. ഞാനും മീരയും അദ്ദേഹത്തെ പിടിച്ച് കസേരയിലിരുത്തി. ഞാൻ ആ പേപ്പർ തുറന്നു. അദ്ദേഹം വിരൽ ചൂണ്ടിയ ഭാഗത്ത് ഞാൻ വായിച്ചു നോക്കി. 2 വൃക്കകളും തകരാറിലായ എനിക്ക് AB നെഗറ്റീവ് വൃക്ക ആവശ്യമുണ്ട് എന്ന് കാണിച്ചുള്ള പത്രപരസ്യമായിരുന്നു അത്. പ്രതിഫലം നൽകുന്നതാണ് എന്ന് അതിലെഴുതിയിരുന്നു. ഞാനിത് വായിച്ചതിന് ശേഷം രാഘവേട്ടൻ്റെ മുഖത്തേക്ക് നോക്കി. അങ്ങേക്ക് ഞാൻ എൻ്റെ വൃക്ക തരാം. അങ്ങയുടെ വൃക്കയുടെ അതേ ഗ്രൂപ്പാണ് എൻ്റേതും. എനിക്ക് കുറച്ച് പൈസ തന്നാൽ മതി. സാർ, എനിക്കെൻ്റെ അഭിമാനം രക്ഷിക്കണം. കൂടെ 3 ജീവനും. സത്യത്തിൽ ഞങ്ങൾ പകച്ചുപോയി. എന്താണ് ഇദ്ദേഹം പറയുന്നത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. സാർ, എനിക്ക് 40,000 രൂപ മാത്രം തന്നാൽ മതി. താങ്കൾ എൻ്റെ വൃക്ക എടുത്തോളൂ. സാറിനത് ചേരും. എന്നെ കൈവിടരുത് സാർ. രാഘവേട്ടൻ എൻ്റെ കയ്യിൽ മുറുക്കെ പിടിച്ചു. അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ അടർന്നു വീണുകൊണ്ടിരുന്നു. ശരി, എനിക്ക് വൃക്ക ആവശ്യമാണ്. അതുകൊണ്ടാണ് പരസ്യം ചെയ്തത്. ഒരു പത്രത്തിൽ മാത്രമല്ല, കേരളത്തിൽ ഇറങ്ങുന്ന എല്ലാ മലയാള പത്രത്തിലും ഈ പരസ്യമുണ്ട്. പക്ഷേ എന്താ സാർ, താങ്കൾക്ക് കിഡ്നി കിട്ടിയോ? നിരാശ കലർന്ന ഒരുതരം ദയനീയ സ്വരമായിരുന്നു രാഘവേട്ടൻ്റേത്. ആ ദയനീയ മുഖം ഞാൻ ഇന്നും ഓർക്കുന്നു. പക്ഷേ എന്താണ് നിങ്ങളുടെ പ്രശ്നം? എന്താണ് ഈ 40,000-ൻ്റെ കണക്ക്? ഞാൻ എല്ലാം പറയാം സാർ. എനിക്ക് കുറച്ചുകൂടി വെള്ളം വേണം. വെള്ളം കുടിച്ച് കുറേ നേരം അദ്ദേഹം ഒന്നും മിണ്ടിയില്ല. കുറച്ച് സമയങ്ങൾക്ക് ശേഷം അദ്ദേഹം ആ സംഭവം പറഞ്ഞു. എന്തായിരുന്നു സാർ എൻ്റെ അച്ഛന് സംഭവിച്ചത്? ആ സംഭവം ഒരു കഥ പോലെ തന്നെ ഇന്നും എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്നു. പോസ്റ്റ്മാനായ രാഘവേട്ടൻ്റെ സൈക്കിൾ ഇവിടെ വരുന്നതിന് 2 ദിവസം മുൻപ് കളവ് പോയി. ആ സൈക്കിൾ പെട്ടിയിൽ മേൽവിലാസക്കാർക്ക് കൊടുക്കേണ്ട മണി ഓർഡറും പൈസയും പെൻഷൻ തുകയും ഉണ്ടായിരുന്നു. 40,000 രൂപ. സൈക്കിൾ അന്വേഷിച്ച് ഒരു രാവും പകലും ആ ഗ്രാമം മുഴുവൻ ഒരു ഭ്രാന്തനെ പോലെ അദ്ദേഹം അലഞ്ഞു.
പക്ഷെ നിരാശയായിരുന്നു ഫലം. ഒടുവിൽ അദ്ദേഹം പൈസ കൊടുക്കാനുള്ള മേൽവിലാസക്കാരുടെ വീടുകളിൽ ചെന്ന് ഉണ്ടായ സംഭവങ്ങൾ പറഞ്ഞു. ഒരാഴ്ചയ്ക്കുള്ളിൽ എല്ലാവരുടെയും പൈസ തിരിച്ചു തരും എന്ന് അദ്ദേഹം വാക്കുകൊടുത്തു. ഗ്രാമത്തിലുള്ളവർക്ക് രാഘവേട്ടനെ അത്ര വിശ്വാസമുണ്ടായിരിക്കണം. അല്ലെങ്കിൽ? അതെ സർ, അച്ഛൻ നല്ലവനായിരുന്നു. ബാക്കി പറയൂ സർ, അദ്ദേഹം തുടർന്നു. എല്ലാ പരിചയക്കാരോടും അദ്ദേഹം പൈസയ്ക്കായി തേണ്ടി. പക്ഷെ ആരും അദ്ദേഹത്തെ സഹായിച്ചില്ല. ഒടുവിൽ കയ്യിലുണ്ടായിരുന്ന 20 രൂപയ്ക്ക് അദ്ദേഹം ഒരു ലോട്ടറി എടുത്തു. ജീവിതത്തിൽ ആദ്യമായാണ് അദ്ദേഹം ലോട്ടറി എടുത്തത്. അവസാന അത്താണിയായിരുന്നു ആ ലോട്ടറി ടിക്കറ്റ്. അത് അടിച്ചില്ലെങ്കിൽ 4 ജീവൻ അവസാനിപ്പിക്കാനുള്ള കീടനാശിനിയും രാഘവേട്ടൻ കയ്യിൽ കരുതിയിരുന്നു. ഈശ്വരാ, ഞാൻ പെട്ടെന്ന് പറഞ്ഞുപോയി. ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ഉച്ചത്തിൽ ഈശ്വരനെ വിളിക്കുന്നത്. എന്നിട്ട് പറയൂ സർ. ലോട്ടറി എടുത്ത 2-ാം ദിവസം അതിൻ്റെ റിസൾട്ട് വന്നു. സകല ദൈവങ്ങളെയും വിളിച്ച് പത്രത്തിൽ റിസൾട്ട് നോക്കി. ഒരു പ്രാവശ്യമല്ല, പല പ്രാവശ്യം. അവിടെയും ഈശ്വരൻ അദ്ദേഹത്തെ കൈവിട്ടു. സർവവും നഷ്ടപ്പെട്ടു പോയി എന്ന് രാഘവേട്ടൻ തീരുമാനിച്ച നിമിഷം. അപ്പോഴാണ് അറിയാതെ റിസൾട്ടിന് താഴെയുള്ള ഈ പരസ്യം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഈ പരസ്യം ജീവിതത്തിൻ്റെ കച്ചിത്തുരുമ്പാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. പിന്നീട് ഓട്ടമായിരുന്നു. വീടിനടുത്തുള്ള പോസ്റ്റ് ഓഫീസ് വരെ, അവിടെ നിന്നും വീട് വരെ. അങ്ങനെ ഈ പേപ്പറുമായി അദ്ദേഹം വാതിൽ മുട്ടി വിളിച്ചു. ഞാനൊരു സിനിമയുടെ ഫ്ലാഷ് ബാക്ക് കാണുന്നത് പോലെ എൻ്റെ അച്ഛൻ്റെ രൂപം ഭാവനയിൽ കണ്ടുകൊണ്ടിരുന്നു. ഇനിയുള്ളത് നമുക്ക് ഊണ് കഴിച്ചതിന് ശേഷമാകാം. എന്താ? വേണ്ട സർ, ഇത് മുഴുവനായി പറയൂ. മിസ്റ്റർ സുരേഷ് ബാബു, എനിക്ക് കൃത്യസമയത്ത് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ചില പ്രശ്നങ്ങളുണ്ട്. എൻ്റെ ശരീരം അല്ലെങ്കിൽ ചില പണിമുടക്ക് സൃഷ്ടിക്കും. സുരേഷ് കൈ കഴുകിയിരുന്നോളൂ. എനിക്ക് ഭക്ഷണത്തിന് മുൻപ് കുറച്ച് മെഡിസിൻ ഉണ്ട്. എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ മിഴിച്ചു നിന്നു. മോനിരിക്കൂ, അദ്ദേഹം ഇപ്പോൾ വരും. പിന്നീട് എല്ലാം യാന്ത്രികമായിരുന്നു. എനിക്ക് ഭക്ഷണത്തേക്കാൾ ആവശ്യം ബാക്കിയുള്ളത് കേൾക്കാനുള്ള ത്വരയായിരുന്നു. തീന്മേശയിൽ ഒരു സ്ത്രീ വിഭവങ്ങൾ എടുത്തു വച്ചു. ഞാൻ കൈ കഴുകി അദ്ദേഹത്തെയും പ്രതീക്ഷിച്ചു നിന്നു. എനിക്ക് വിശപ്പ് എന്ന വികാരം ഉണ്ടായിരുന്നില്ല. പറയാൻ ബാക്കി വെച്ചത് കേൾക്കാനുള്ള ആകാംക്ഷയായിരുന്നു. സുരേഷ് ഇരുന്നില്ലേ? അദ്ദേഹം കൈ കഴുകിക്കൊണ്ട് ചോദിച്ചു. അദ്ദേഹവും ഭാര്യയും അടുത്ത 2 കസേരയിലിരുന്നു. അവർക്ക് അഭിമുഖമായി ഞാനും. 3 പേരുടെയും മുമ്പിൽ പ്ലേറ്റ് നിരത്തി ആ സ്ത്രീ വിളമ്പാൻ തുടങ്ങി. ആദ്യം ചോറ് വിളമ്പിയത് എൻ്റെ പാത്രത്തിലായിരുന്നു. അത് സത്യത്തിൽ എന്നെ അത്ഭുതപ്പെടുത്തി. അതിഥികൾക്ക് ആദ്യം വിളമ്പണമെന്ന് അവർക്ക് മുൻപേ നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരിക്കണം. ഒരു തരം മോരുകറി കഴിച്ച് ഞാൻ കഴിച്ചു എന്ന് ബോധ്യപ്പെടുത്തി. 2 പേരും എന്നെ ഒരുപാട് നിർബന്ധിച്ചു ഇനിയും കഴിക്കാൻ ആവശ്യപ്പെട്ടു. പക്ഷേ ഞാൻ കൈ കഴുകി പഴയ ഇരിപ്പിടത്തിൽ സ്ഥാനം പിടിച്ചു, ബാക്കി കൂടി കേൾക്കാൻ. അദ്ദേഹവും ഭാര്യയും ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റു. മുഖം തുടച്ച ശേഷം അദ്ദേഹം എൻ്റെ അടുത്ത കസേരയിലിരുന്നു. ഭക്ഷണത്തിന് ശേഷവും എനിക്ക് മെഡിസിൻ ഉണ്ട്. മാത്രമല്ല, ഞാൻ അരമണിക്കൂറോളം ഒന്ന് മയങ്ങാറുമുണ്ട്. എൻ്റെ പ്രതീക്ഷകളെ കീഴ്മേൽ മറിക്കുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. ഒരുതരം നിരാശാഭാവം എൻ്റെ മുഖത്ത് നേളിക്കുന്നത് അദ്ദേഹം വായിച്ചെടുത്തു. പക്ഷേ ഇന്ന് ഞാനത് സുരേഷിന് വേണ്ടി തെറ്റിക്കുകയാണ്. ഒരാളെ ഇത്ര നേരം മുൾമുനയിൽ നിർത്തുന്നത് നല്ല ശീലമല്ലല്ലോ. അപ്പോഴേക്കും 2-3 ടാബ്ലറ്റുമായി അദ്ദേഹത്തിൻ്റെ ഭാര്യ കയറി വന്നു. ഒരു ഗ്ലാസ് വെള്ളവും. അദ്ദേഹം മെഡിസിൻ കഴിച്ച ശേഷം കസേരയിൽ വിശാലമായി നിവർന്നിരുന്നു. അച്ഛൻ്റെ കരച്ചിൽ ഞങ്ങളുടെ മനസ്സിനെ വല്ലാതെ നൊമ്പരപ്പെടുത്തി. എനിക്ക് ആവശ്യമുള്ള ഒരു വസ്തുവുമായി എൻ്റെ കാലിൽ പിടിച്ച് ഇത് എടുക്കണമെന്ന് ആവശ്യപ്പെടുന്ന ആ മനുഷ്യനെ, ആ ദൈവത്തെ ഞങ്ങൾ വാരിപ്പുണർന്നു. ഞങ്ങളുടെ ആവശ്യത്തേക്കാൾ വലുത് അദ്ദേഹത്തിൻ്റെ ആവശ്യമാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അദ്ദേഹത്തിൻ്റെ അഭിമാനം രക്ഷിക്കാൻ സ്വന്തം ജീവിതത്തിൻ്റെ അവയവം വിൽക്കുന്ന സത്യസന്ധനായ ആ മനുഷ്യൻ, ഞങ്ങളുടെ രാഘവേട്ടൻ. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ ഈറനണിയുന്നത് ഞാൻ കണ്ടു. എൻ്റെ ഹൃദയം 2ആയി പിളർന്നു പോകുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു. ഇത്രയും സംഭവങ്ങൾ നടന്നിട്ടും സ്വന്തം കഷ്ടപ്പാടുകൾ കുടുംബത്തിൽ നിന്നും മറച്ചു വെച്ച ആ മഹാത്യാഗി, എൻ്റെ അച്ഛനെ ഓർത്ത് ഞാൻ അഭിമാനം കൊണ്ടു. അദ്ദേഹം കണ്ണുകൾ തുടച്ച് ഒരു ദീർഘനിശ്വാസം വിട്ടു. എൻ്റെ വാക്കുകൾക്കോ നിർദ്ദേശങ്ങൾക്കോ കാത്തു നിൽക്കാതെ അദ്ദേഹം ഭാര്യയെ ചേർത്ത് പിടിച്ചുകൊണ്ട് തുടർന്നു. മീര അകത്തുപോയി രൂപയുടെ കെട്ടുകളുമായി വന്നു. ആ രൂപ എന്നോട് പോലും ചോദിക്കാതെ രാഘവേട്ടനെ ഏൽപ്പിച്ചു. എന്നിട്ട് മീര പറഞ്ഞ വാക്കുകൾ
ഞാൻ ഇന്നും ഓർക്കുന്നു. അദ്ദേഹം ഭാര്യയുടെ കണ്ണുകളിലേക്ക് നോക്കി. ചേട്ടൻ ഈ പൈസ കൊണ്ടുപോയി ചേട്ടൻ്റെ അഭിമാനം രക്ഷിക്കണം. ചേട്ടൻ ഇനി തിരിച്ചിങ്ങോട്ട് വന്ന് ഞങ്ങളെ സഹായിച്ചില്ലെങ്കിലും ഞങ്ങളെ സഹായിക്കാൻ ഇതുപോലെ മറ്റൊരാൾ വരും. എൻ്റെ ഭർത്താവിന് ആയുസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ സംഭവിക്കേണ്ടത് സംഭവിക്കുക തന്നെ ചെയ്യും. രാഘവേട്ടൻ പൈസ വാങ്ങി പൊട്ടിക്കരഞ്ഞു. എന്നിട്ട് ആ പൊതി അഴിച്ച് അതിൽ നിന്നും 6000 രൂപ മേശപ്പുറത്ത് വെച്ചു. എനിക്ക് ഇത്രയും പൈസ മതി സാർ. ഞാൻ തിരിച്ചു വരും എൻ്റെ കടം വീട്ടാൻ. സാറിന് എന്നെ വിശ്വസിക്കാം. പിന്നീട് ഒന്നും പറയാതെ, യാത്ര പോലും പറയാതെ രാഘവേട്ടൻ പോയി. എന്നിട്ട് അച്ഛൻ തിരിച്ചു വന്നില്ലേ സാർ? വന്നു. വരിക മാത്രമല്ല, വൃക്ക ദാനം ചെയ്യാൻ സമ്മതമാണെന്ന് ഭാര്യയുടെ കൂടി അനുവാദം കൊടുത്ത ഒരു സമ്മതപത്രവുമായി 2 ദിവസങ്ങൾക്ക് ശേഷം രാഘവേട്ടൻ തിരികെ വന്നു. അദ്ദേഹം കുടുംബത്തോട് അന്ന് ആദ്യമായി ഒരു കളവ് പറഞ്ഞു. പ്രൊമോഷൻ കിട്ടുവാൻ മദ്രാസിൽ ഒരു ട്രെയിനിങ് ഉണ്ടെന്നും 1 മാസം കഴിഞ്ഞ് തിരിച്ചു വരികയുള്ളെന്നും. ശരിയാണ്, അച്ഛൻ മദ്രാസിൽ ട്രെയിനിങ്ങിന് പോയത് ഞാൻ ഇന്നും ഓർക്കുന്നു. അച്ഛനില്ലാത്ത ആ 1 മാസക്കാലം പല ദിവസങ്ങളിലും പട്ടിണി കിടന്ന കഥ അമ്മ ഇപ്പോഴും പറയാറുണ്ട്. ആ 1 മാസക്കാലം ഞാനും അച്ഛനും ഒരേ ഹോസ്പിറ്റലിൽ 2 മുറികളിലായി കിടന്നു. നിന്റെ അച്ഛൻ്റെ ഒരു വൃക്ക സ്വീകരിച്ച് ഞാനും തൻ്റെ അഭിമാനം രക്ഷിക്കാൻ വെറും 40,000 രൂപയ്ക്ക് വൃക്ക ദാനം ചെയ്ത് നിന്റെ അച്ഛനും. അങ്ങനെ 38 ദിവസത്തെ ആശുപത്രി വാസം കഴിഞ്ഞ് യാത്ര പറഞ്ഞ് ഇറങ്ങുമ്പോൾ അദ്ദേഹം ഒരു ആവശ്യം പറഞ്ഞു. മരണം വരെ അത് പാലിക്കണമെന്ന് ഞങ്ങളെക്കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചു. എന്ത് സത്യം? ഞാൻ ഇടയ്ക്ക് കയറി ചോദിച്ചു. ഒരിക്കലും രാഘവേട്ടൻ്റെ കുടുംബവും നാട്ടുകാരും ഈ വിവരം അറിയരുത് എന്ന്. ഒരിക്കൽ പോലും എന്നെയോ കുടുംബത്തെയോ അന്വേഷിച്ച് വരരുത് എന്ന്. പക്ഷേ അദ്ദേഹം വിതുമ്പി. അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ താഴെ തുള്ളി പതിച്ചു. അദ്ദേഹം മരിച്ചപ്പോൾ എനിക്ക് ജീവൻ തന്ന അദ്ദേഹത്തെ ഒന്ന് കാണാൻ ഞാൻ കൊതിച്ചു. പക്ഷെ ഞങ്ങൾ അവിടെ പോയാൽ അദ്ദേഹത്തിൻ്റെ ആത്മാവിനോട് കാണിക്കുന്ന നീതികേടാകും എന്ന് ഞങ്ങൾക്ക് തോന്നി. അദ്ദേഹം ഒന്ന് വിതുമ്പി. ഒരു മനുഷ്യൻ്റെ സത്യസന്ധമായ കണ്ണുനീർ. വീണ്ടും അദ്ദേഹം തുടർന്നു. ആശുപത്രിയിൽ നിന്ന് അദ്ദേഹം തിരിച്ചു പോകുമ്പോൾ കുറച്ച് പണം ഞങ്ങൾ രാഘവേട്ടന് കൊടുത്തു. പക്ഷേ സ്നേഹപൂർവ്വം അദ്ദേഹം അത് നിരസിച്ചു. കഴിയുമെങ്കിൽ എനിക്ക് കിട്ടുന്ന 1 മാസത്തെ ശമ്പളം തന്നാൽ ഞാൻ സ്വീകരിക്കുമെന്ന് പറഞ്ഞ് അതിൽ നിന്നും എണ്ണി തിട്ടപ്പെടുത്തി അദ്ദേഹം ആ ശമ്പളം മാത്രം എടുത്ത് തിരിച്ചുപോയി. പിന്നീട് ഒരിക്കലും ഞങ്ങൾ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. കാണാൻ ഞങ്ങളും ശ്രമിച്ചില്ല. കാരണം അദ്ദേഹത്തിൻ്റെ സത്യത്തെ ഞങ്ങൾ ഭയന്നു. പിന്നീട് പത്രത്തിൽ കൂടി മരണവാർത്ത അറിഞ്ഞു. അദ്ദേഹം എഴുന്നേറ്റ് നടന്നു. ആരും കാണാതെ കണ്ണുനീർ തുടച്ചു. എന്നിട്ട് വിക്കി അദ്ദേഹം വാക്കുകൾ പുറത്തുവിട്ടു. ശരിക്കും പശ്ചാത്താപം കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സ് വേട്ടയാടിയിരിക്കണം. പക്ഷേ അച്ഛൻ്റെ ശപഥം അദ്ദേഹത്തെ നിസ്സഹായനാക്കി മാറ്റി. അച്ഛൻ്റെ മരണത്തോടെ അനാഥമായ കുടുംബത്തെ സംരക്ഷിക്കാൻ ഞങ്ങൾ പലവട്ടം ശ്രമിച്ചു. പക്ഷേ അദ്ദേഹം വിതുമ്പിക്കൊണ്ടിരുന്നു. പിന്നീട് 1 വർഷക്കാലത്തിന് ശേഷം ഞാൻ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. കമ്പനിയുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു. കമ്പനിയുടെ വളർച്ച അതിവേഗമായിരുന്നു. കഴിഞ്ഞ 8 വർഷത്തിനിടയിൽ ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനത്തും കമ്പനിക്ക് ബ്രാഞ്ചുകളായി. കേരളത്തിൽ തന്നെ 4 ബ്രാഞ്ചുകൾ, അങ്ങനെ 21 ബ്രാഞ്ചുകൾ. പക്ഷേ നിങ്ങളെ ഒരിക്കലെങ്കിലും കണ്ടുമുട്ടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായും ആഗ്രഹിച്ചു. അച്ഛനോടുള്ള കടം വീട്ടാനല്ല. ആ കടം വീട്ടാൻ ഒരിക്കലും ആ കടം വീടില്ലെന്നറിയാം. എൻ്റെ ശരീരത്തിൽ ജീവൻ തുടിക്കുന്ന കാലം വരെ അതുണ്ടാകും. കാരണം നിൻ്റെ അച്ഛൻ്റെ പകുതി ജീവനാണ് ഈ ശരീരത്തിലൂടെ സ്പന്ദിക്കുന്നത്. ഈശ്വര, എൻ്റെ മരണത്തിന് മുൻപ് രാഘവേട്ടൻ്റെ മകനെ ഏതെങ്കിലും ഒരു സമയത്ത് കണ്ടുമുട്ടണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അദ്ദേഹം എൻ്റെ അടുത്തേക്ക് വന്നു എന്നെ ചേർത്ത് നിർത്തി. എനിക്കെന്നെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ പൊട്ടിക്കരഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഭാര്യ എൻ്റെ മുടിയിൽ തലോടി. ചെറുപ്പത്തിൽ എൻ്റെ അമ്മ തഴുകും പോലെ. എനിക്ക് കരച്ചിലടക്കാൻ കഴിഞ്ഞില്ല. ഒടുവിൽ ഞാൻ എല്ലാം മറന്ന് അദ്ദേഹത്തിനെ വട്ടം പിടിച്ച് കെട്ടിപ്പിടിച്ചു. അദ്ദേഹം എന്നെ മാറോട് ചേർത്ത് പിടിച്ചു പറഞ്ഞു, നിൻ്റെ അച്ഛൻ ദാനം തന്ന ജീവിതമാണിത്. നിൻ്റെ അച്ഛൻ്റെ ജീവനാണിത്. അപ്പോൾ എനിക്ക് നീ മകനാണ്, ഞങ്ങളുടെ മകൻ. അദ്ദേഹം എന്നെ മുറുകെ വാരിപ്പുണർന്നു. ഒരു അച്ഛൻ്റെ തലോടൽ ഞാൻ വീണ്ടും അനുഭവിച്ചു. ഞാൻ എന്നെ തന്നെ മറന്നു. രഘുവിൻ്റെ ലൂസായ പാൻറ് മറന്നു. മഴയത്ത് കുമ്മായക്കട്ട ഇളകി ഇടത്തു നിന്നും
മഴത്തുള്ളി വീഴുന്ന മുറി മറന്നു. പാടവരമ്പും നടവഴിയും അമ്പലക്കുളവും ആൽത്തറയും കുടുംബക്ഷേത്രവും വീഴാറായ കവലയിലെ ബസ് സ്റ്റോപ്പും മറന്നു. കൊണ്ടുവന്ന സർട്ടിഫിക്കറ്റുകളും കുടയും മറന്നു. കള്ളുഷാപ്പും ലതച്ചേച്ചിയെയും മറന്നു. എല്ലാം മറന്നു. ഇപ്പോൾ ഞാൻ എൻ്റെ അച്ഛൻ ചെർപ്പുളശ്ശേരി മംഗലത്ത് വീട്ടിൽ രാഘവൻ്റെ നെഞ്ചിൽ അമരുകയാണ്. ഞാൻ വേറെ എവിടെയോ ആണ്. അദ്ദേഹത്തിൻ്റെ പിടി സാവധാനം അയഞ്ഞു. ഇനി ആ കമ്പനിയിൽ എനിക്ക് പോലെ തന്നെ ഉത്തരവാദിത്തം സുരേഷിനുമുണ്ട്. എനിക്കൊരു സഹായിയായി ഇനിയുള്ള കാലം നീ ഉണ്ടാകണം. ഇത് ഒരു നിമിത്തമാണ്. നിന്നെ കണ്ടുമുട്ടിയില്ലായിരുന്നുവെങ്കിൽ വിലമതിക്കാനാകാത്ത ഒരു കടം ബാക്കി നിർത്തി എനിക്ക് മരിക്കേണ്ടതായി വന്നേനെ. പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇടയിൽ കയറി. നേരം ഒരുപാടായി, സുരേഷിനെ വീട്ടിൽ വിടണ്ടേ? ശരിയാണ്. അതും പറഞ്ഞ് അദ്ദേഹം അകത്തേക്ക് നടക്കാൻ ഭാവിച്ചപ്പോൾ, വേണ്ട, എനിക്കറിയാം, ഞാൻ എടുത്തു തരാം. അതും പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഭാര്യ അകത്തേക്ക് പോയി. സുരേഷ്, അടുത്ത ആഴ്ച തുടങ്ങി നീ എൻ്റെ കൂടെ വേണം. കാര്യങ്ങൾ പഠിച്ചെടുക്കുവാൻ സമയമെടുക്കും. പക്ഷേ രാഘവേട്ടൻ്റെ മകൻ അതിന് കഴിയും. കാരണം സത്യസന്ധനായ ഒരു അച്ഛൻ്റെ മകനായതുകൊണ്ട്. അദ്ദേഹം എൻ്റെ തലയിൽ കൈവച്ചു. ഞാൻ അറിയാതെ അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ചു. അപ്പോഴേക്കും ഒരു പൊതിയുമായി അദ്ദേഹത്തിൻ്റെ ഭാര്യ കയറി വന്നു. ആ പൊതി എൻ്റെ കൈകളിൽ വെച്ചു തന്നു. സുരേഷ്, നല്ല വസ്ത്രങ്ങൾ വാങ്ങണം. ടൈ, ഷൂ, അങ്ങനെ എല്ലാം. കമ്പനിക്ക് മോശപ്പേരുണ്ടാകരുത്. അവർ രണ്ടുപേരും ചിരിച്ചു. പക്ഷേ എനിക്കതിന് കഴിഞ്ഞില്ല. ഞാൻ ആ പൊതി വാങ്ങി. ഇറങ്ങട്ടെ സാർ? മാഡം, ഞാൻ ഇറങ്ങുന്നു. ഇനിയും വൈകിയാൽ എൻ്റെ ബസ് പോകും. സാർ, എങ്കിൽ ഞാൻ... സുരേഷ് ബസ്സിൽ പോകണ്ട. അദ്ദേഹം ഒരു സ്വിച്ചിൽ വിരലമർത്തി. ഒരു ചെറുപ്പക്കാരൻ ഓടി വന്നു. സുരേഷിനെ വീട്ടിൽ കൊണ്ടുവിട്. ആട്ടെ, സുരേഷിന് ഡ്രൈവിംഗ് അറിയാമോ? ഇല്ല സാർ. ആ, അതൊക്കെ പഠിക്കാം. ചെല്ല്. ഞാൻ സന്തോഷത്തോടെ പടിയിറങ്ങി. അപ്പോഴേക്കും ഒരു കാർ പോർച്ചിൽ വന്നു നിന്നു. ഞാൻ അതിൽ കയറി. അവർ ഇരുവരും കൈകൾ വീശി എന്നെ യാത്രയാക്കി. കാർ കവലയിൽ വന്നു നിന്നു. ഇനി വീടിനടുത്തെത്താൻ പാടം ചുറ്റണം. ഞാൻ കാറിൽ നിന്നും ഇറങ്ങി. കവലയിൽ നിന്നും മറ്റുള്ളവർ എത്തി നോക്കി. ഇത്രയും വിലപിടിപ്പുള്ള ഒരു കാർ ആദ്യമായിട്ടായിരിക്കും അവർ കാണുന്നത്. എന്നെ എല്ലാവർക്കും അറിയാം. ഞാനൊന്ന് സുരേഷിനെ അല്ല, പോസ്റ്റ്മാൻ രാഘവൻ്റെ മകനായി. കാറ് തിരിച്ചുപോയി. ഞാൻ ഒന്നും ശ്രദ്ധിച്ചില്ല. പാടവരമ്പിലൂടെ നടക്കുകയായിരുന്നില്ല, ഓടി. ഷാപ്പ് പൂട്ടുന്നതിന് മുൻപ് ലതച്ചേച്ചിയെ കാണും. മറ്റു കാര്യങ്ങളൊന്നും പറയാതെ ജോലി കിട്ടിയ കാര്യം പറയണം. ലതച്ചേച്ചിയുടെ സന്തോഷം കാണണം. പാടവരമ്പിൽ മീൻ പിടിക്കുന്ന കുട്ടികളുണ്ടായിരുന്നില്ല. ഷാപ്പിനടുത്തെത്തി. ലതച്ചേച്ചി കരി പിടിച്ച മൺപാത്രങ്ങൾ കഴുകുന്ന തിരക്കിലാണ്. സാരിത്തലപ്പ് എളിയിൽ കുത്തിവെച്ച് കാലത്തോട് മല്ലിടുന്ന ലതച്ചേച്ചി. ഓടിച്ചെന്ന് ഞാൻ ലതച്ചേച്ചിയെ കെട്ടിപ്പിടിച്ചു. ചേച്ചി എന്നെ തട്ടി മാറ്റി. ഈ ചെറുക്കൻ മുഷിഞ്ഞ് നാറിയിരിക്കുകയാണ്. നിന്റെ ഷർട്ട് ചാണത്തിൽ പുഴുങ്ങാൻ അമ്മയോട് പറഞ്ഞേക്ക്. ഇറച്ചി മീനും നാറിയിട്ട് വയ്യ. ചേച്ചി, എനിക്ക് ജോലി കിട്ടി. ഞാൻ ഒരിക്കൽ കൂടി ചേച്ചിയെ കെട്ടിപ്പിടിച്ചു. ഇത്തവണ ചേച്ചി എന്നെ തട്ടി മാറ്റിയില്ല. പകരം എൻ്റെ നെറുകയിൽ ഉമ്മ വച്ചു. ചേച്ചിയുടെ കണ്ണിൽ നിന്നും ഒരിറ്റ് കണ്ണുനീർ എൻ്റെ നെറുകയിൽ പതിച്ചു. എൻ്റെ മോൻ നന്നായി വരും. ഈ സന്തോഷ വാർത്ത കേൾക്കാനും കാണാനും നമ്മുടെ അച്ഛനില്ലാതെ പോയി. ചേച്ചി കരയാൻ തുടങ്ങി. അച്ഛനാ എനിക്ക് ജോലി തന്നത്? അച്ഛനോ? നീ എന്തായി പറയണേ? അല്ല, അച്ഛൻ്റെ അനുഗ്രഹമാ. ഞാൻ പറഞ്ഞൊപ്പിച്ചു. ഒരിക്കലും സാറിൻ്റെ വീട്ടിൽ നടന്ന കാര്യങ്ങൾ ആരും അറിയരുതെന്ന് ഇരുവരും എന്നെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചിരുന്നു. പണ്ട് അച്ഛൻ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചതുപോലെ. നീ വേഗം വീട്ടിലോട്ട് ചെല്ല്. അമ്മ നിന്നെ കാത്തിരിപ്പുണ്ടാകും. പിന്നെ അളിയനോട് പറയണം. ഞാൻ പറഞ്ഞോളാം. ചേട്ടൻ ചിട്ടി വയ്ക്കാൻ അമ്പലപ്പറമ്പിലോട്ട് പോയിട്ടുണ്ട്. നീ പോകുന്ന വഴിയിൽ കാണാൻ പറ്റും. ആ, ശരി. ഞാൻ പിന്നെ അവിടെ നിന്നില്ല. അപ്പോഴേക്കും ചേച്ചി പറഞ്ഞു, അതെ, ഇന്നിവിടെ ആടിൻ്റെ തലച്ചോറ് വരട്ടിയത് കുറച്ച് ബാക്കി വന്നു. നീ അവിടെ നിന്നേ, ഞാനിപ്പോൾ വരാം. ചേച്ചി തിടുക്കത്തിൽ ഷാപ്പിനകത്തേക്ക് പോയി. ഞാൻ പോകാൻ ധൃതി കൂട്ടി. ചേച്ചി വാഴയിലയിൽ പൊതിഞ്ഞ് ഒരു പൊതി തന്നു. അമ്മ ചിലപ്പോൾ ഒന്നും ഉണ്ടാക്കി കാണില്ല, നീ ഇല്ലാത്ത കാരണം. രാത്രിയിൽ കറി ഇല്ലെങ്കിലും ചോറിന് ഇതും കൂട്ടി കഴിക്കാം. ഞാൻ പൊതി വാങ്ങി ഓടാൻ ഭാവിച്ചപ്പോൾ ആകാശത്ത് ഇടിവെട്ടി. നല്ല മഴക്കോളുണ്ട്. നിന്റെ കയ്യിലൊരു കുടയുണ്ടായിരുന്നല്ലോ, അതെന്തിയേ? അപ്പോഴാണ് കുടയുടെ കാര്യത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചത്.
അത് എവിടെ വെച്ചാണ് നഷ്ടപ്പെട്ടത്? ആവോ. നിൽക്ക്, ഞാനൊരു കുട തരാം. നിൻ്റെ കയ്യിൽ സർട്ടിഫിക്കറ്റുകളൊക്കെ ഉള്ളതല്ലേ? ഇനി അത് നനയണ്ട. ചേച്ചി വീണ്ടും അകത്തേക്ക് പോയി കുടയുമായി വന്നു. ഇത് കളയരുത്. കുടിക്കാൻ വന്ന ആരോ മറന്നു വെച്ച് പോയതാ. എപ്പോഴെങ്കിലും ഓർമ്മ വന്ന് ചോദിച്ചാൽ കൊടുക്കണം. ഞാനത് കേൾക്കാൻ നിന്നില്ല. കുട വാങ്ങി ഓടി. അപ്പോഴേക്കും മഴ പെയ്തു. നല്ല ശക്തിയായ മഴ. കാറ്റിൽ കുട പറന്നു പോകും എന്ന് ഞാൻ ഭയന്നു. സർട്ടിഫിക്കറ്റ് അടങ്ങിയ ഫയൽ ഷർട്ടിനുള്ളിൽ തിരികെ കയറ്റി. അപ്പോൾ പാൻറ്റിൻ്റെ മറ്റേ ഹുക്കും പൊട്ടി. അത് ഞാൻ വകവയ്ക്കാതെ ധൃതിയിൽ നടന്നു. അമ്മ ഇറയത്ത് എന്നെയും പ്രതീക്ഷിച്ച് ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഓടിച്ചെന്ന് മുറുക്കെ അമ്മയെ കെട്ടിപ്പിടിച്ചു. എടാ ചെറുക്ക, കപ്പ പറി കഴിഞ്ഞ് കുളിച്ചിട്ടില്ല. നിനക്ക് ജോലി തരപ്പെട്ടോ? ഓ, അച്ഛനാ. അച്ഛൻ കാരണമാ. ഞാൻ പരിസരം മറന്നു. സത്യമിട്ട കാര്യം മറന്നു. അച്ഛനോ? ഈ ചെക്കന് ഭ്രാന്ത് പിടിച്ചോ? അതെ, അച്ഛൻ കാരണമാ. പണ്ട് അച്ഛൻ്റെ കൂടെ പഠിച്ച ആളുടെ കമ്പനിയാ. അതാ കിട്ടിയത്. നീ കുടുംബക്ഷേത്രത്തിലെ നേർച്ച മറക്കണ്ട. ആദ്യം ശമ്പളം കിട്ടുമ്പോൾ അതങ്ങ് ചെയ്യണം. അമ്മയുടെ കണ്ണിൽ ഭക്തിയുടെയും സന്തോഷത്തിൻ്റെയും തിളക്കമുണ്ടായിരുന്നു. രാത്രി നന്നായി മഴ പെയ്തു. കപ്പ പുഴുങ്ങിയതും ചേച്ചി തന്നയച്ച ആടിൻ്റെ തലച്ചോറും ഞാൻ മതിയാവോളം തിന്നു. അമ്മ വെള്ളം താഴെ വീഴുന്നത് ശേഖരിക്കാനുള്ള പാത്രങ്ങൾ തയ്യാറാക്കുകയായിരുന്നു. പെട്ടെന്ന് ആകാശത്ത് കൊള്ളിയാൻ മിന്നി. മഴ തകർത്തു പെയ്യുന്നു. അമ്മ വെച്ച പാത്രങ്ങൾ നിറഞ്ഞു കവിഞ്ഞു. ഞാൻ അമ്മയെ കെട്ടിപ്പിടിച്ചു. ഇന്ന് ഞാൻ അമ്മയുടെ കൂടെ കിടക്കട്ടെ? അമ്മ ഒന്നും പറഞ്ഞില്ല. എൻ്റെ പായയുടെ അരികിൽ അമ്മയിരുന്നു. ഞാൻ ആ മടിയിൽ പതുക്കെ തലചായ്ച്ചു. അപ്പോൾ അമ്മയുടെ വസ്ത്രത്തിന് അച്ഛൻ്റെ വിയർപ്പിൻ്റെ ഗന്ധമുണ്ടായിരുന്നു. അതെ, എൻ്റെ അച്ഛൻ്റെ വിയർപ്പിൻ്റെ ഗന്ധം. മഴ അപ്പോഴും ഒരു സംഗീതം പോലെ തകർത്ത് പെയ്തുകൊണ്ടിരുന്നു. നന്ദി. ഞാൻ ഷൈനി സമീർ.